അബ്ദുൾ റഷീദ് അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും അധികം വ്യാപിച്ച് ഇരിക്കുകയാണ്. എല്ലാ ആളുകളും കുറേ ആളുകൾ അത് ഉപയോഗിക്കുന്നുണ്ട്. നിത്യേന നിങ്ങൾ ദൃശ്യപത്ര മാധ്യമങ്ങളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ഈ പ്രവൃത്തി ചെയ്യുന്നവരെ പിടികൂടുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യുകയും അതിലൂടെ ഞങ്ങൾ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പടിഞ്ഞാറമണ്ണ ലഹരി വിരുദ്ധ മുക്ത കമ്മിറ്റി രൂപീകരിച്ച് അതിൽ നിന്നും ഞങ്ങൾ ഇതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് ഒരു ലഹരി വിരുദ്ധ ക്ലാസ്, ബോധവൽക്കരണ ക്ലാസ് തുടങ്ങാൻ തീരുമാനിക്കുകയും ഉണ്ടായി. ആ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കെടുക്കുവാനാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾക്കറിയാം, ഇന്ന് വളരെയധികം ഈ ലഹരി അടിമയായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലും പ്രദേശത്തും ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന ഒരു താല്പര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്നിൽ അർപ്പിതമായിട്ടുള്ളത് ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ള കർത്തവ്യമാണ്. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയങ്കരിയായ പഞ്ചായത്ത് മെമ്പർ, ബഹുമാനിയായ നസീറ, വാർഡ് മെമ്പർ നസീറ നാസർ ആണ്. അവരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് എൻ്റെ സുഹൃത്തും പ്രിയങ്കരനായ ബാങ്ക് മാനേജറുമായ റിട്ടയർഡ് ബാങ്ക് മാനേജർ ശ്രീ മോഹൻകുമാർ അവർകളാണ്. അദ്ദേഹത്തെ അതുപോലെ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി, ഏവർക്കും അറിയപ്പെടുന്ന നമ്മുടെ എക്സൈസിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ഹരികുമാർ സാറാണ്. അദ്ദേഹം കേരളത്തിൽ ഉടനീളം ഇത്തരത്തിലുള്ള ക്ലാസുകൾ നടത്തി ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് നമ്മുടെ CH അബ്ദുൽ സലാം മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി പറയാനുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മോഹൻകുമാറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. മയക്കുമരുന്നിനെതിരെ ജനകീയ പ്രതിരോധം പടിഞ്ഞാറമണ്ണ ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ ക്ലാസ്, അതിന്റെ മഹത്തായ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള മോഹൻകുമാർ എന്ന മോഹനേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, നമ്മളിന്ന് ഈ പരിപാടി 4 മണിക്ക് തുടങ്ങാനാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ 4:40 നമുക്കൊരു 6:15 ഈ പരിപാടി അവസാനിപ്പിക്കണമെന്നാണ് ഇതിൻ്റെ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. അതിൽ ക്ലാസ് എടുക്കുന്ന ബഹുമാന്യനായ ശ്രീ ഹരികുമാർ, അദ്ദേഹത്തിന്
ആവശ്യമുള്ള സമയം കൊടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെതാണ് ഇന്നത്തെ മുഖ്യ പ്രഭാഷണം. അതുകൊണ്ട് ഞാൻ ഒരു ദീർഘിച്ച സംസാരത്തിലേക്ക് പോകുന്നില്ല. ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പടിഞ്ഞാറ് ഇപ്പം 17-ാം വാർഡിൻ്റെ ഒരു പകുതി മാത്രമാണ് നമ്മുടെ ഈ ഏരിയ ഇന്നിവിടെ വന്നിട്ടുള്ളത്. മുന്നക്കുളം ആ സൈഡ് വന്നിട്ടില്ല. കുറച്ച് അപ്പുറത്തേക്ക് നമ്മളെ കുട്ടിലങ്ങടെ അങ്ങേ സൈഡിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. നമ്മളെ ഒരു വാർഡിൻ്റെ പകുതി മാത്രം ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ എത്തപ്പെട്ടിട്ടുള്ളത്. ഇത്രയും ആളുകൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ കമ്മിറ്റിയുടെ ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ നമ്മളെ നാട്ടുകാർ കോവിഡിൻ്റെ കാലത്തായാലും ശരി, പ്രളയകാലത്തായാലും ശരി, നാട്ടിലൊരു പ്രതിസന്ധി വരുമ്പോൾ എല്ലാ തരത്തിലുള്ള വേർതിരിവുകളും രാഷ്ട്രീയമായാലും ജാതി മത സങ്കല്പങ്ങൾക്കൊക്കെ അതീതമായി നാടിനെതിരായിട്ടുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിൽക്കും എന്ന് കാണിക്കുന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ ജനസഞ്ചയം. ഇവിടെ ഇത്രയും എത്തുള്ളൂ. ഇതിൽ കൂടുതൽ ആളുകൾ, കുറച്ചുകൂടി ആളുകൾ എത്തപ്പെടാം. പക്ഷെ നമ്മളെ വീടിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾ വരെ എന്നാൽ തന്നെ എല്ലാ വീടുകളിൽ നിന്നും ഓൾമോസ്റ്റ് ഇവിടെ പ്രാതിനിധ്യം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഈ കമ്മിറ്റി നമ്മുടെ ഈ നാട്ടിൽ വളർന്നു വരുന്ന രാസലഹരിയുടെ ഉപയോഗം, മുൻകാലത്തും നമ്മുടെ നാട്ടിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലോ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു പ്രശ്നം ഇന്ന് ഈ പുതിയ നിരോധിത രാസ പദാർത്ഥങ്ങളുടെ ഉപയോഗം കാരണം സമൂഹത്തിന് തന്നെ വലിയൊരു വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഉപയോഗം മൂലം അവരുടെ തലച്ചോറിന് ശീർഷടക്കം മാറി സ്വന്തം അമ്മയാരാണ്, അച്ഛനാരാണ്, പെങ്ങളേതെന്ന് തിരിച്ചറിയാത്ത രീതിയിൽ ഇത് കിട്ടാതെ വരുമ്പോൾ അവർക്കെതിരെ അക്രമവാസന പെരുകി വരുന്ന ഒരു വലിയൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ ഈവൻ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും ഇതിന്റെ ഉപയോഗം മൂലം ഉണ്ടായിട്ടുള്ള ഒരുപാട് അക്രമങ്ങൾ, കൊലപാതകങ്ങളൊക്കെ നമുക്ക് നേരിട്ടറിയാം. വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം ആളുകൾ ഉണ്ടാകാതിരിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ എന്തു നടന്നു എന്നുള്ളതൊരു പോസ്റ്റ്മോർട്ടം നമ്മൾ നടത്തുന്നില്ല, മറിച്ച് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു ചിന്തയാണ് നമുക്കുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ഒരു കൂട്ടായ്മ, ഒരു പ്രതിരോധ നിര കെട്ടിപ്പടുക്കണമെന്ന് നമ്മൾ ആലോചിച്ചതും ആ ആലോചന അടിസ്ഥാനത്തിലാണ് നമ്മളൊരു മീറ്റിംഗ് ചേർന്ന് ഈ മദ്രസയിൽ മീറ്റിംഗ് ചെയ്യുകയും ഇതിനെതിരായ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. അതിന്റെ പ്രവർത്തനങ്ങൾ നയിക്കുന്നതിന് ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചു. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അതിൽ കൂടി വിപുലമായ ഒരു വർക്കിംഗ് കമ്മിറ്റി കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ പ്രതിരോധ ഈ ക്യാമ്പയിൻ നടക്കുന്നത്. ഇന്ന് നടക്കുന്ന ഈ ക്ലാസ്, ഈ ബോധവൽക്കരണ ക്ലാസ്സോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ ബോധവൽക്കരണ പരിപാടികൾ എല്ലാ വീട്ടിലേക്കും എത്തുകയും ഇതിന്റെ സന്ദേശം നമ്മുടെ മുഴുവൻ പ്രദേശത്തും എത്തിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന ഗുണപരമായ ഒരു മാറ്റം നമ്മുടെ നാടിന്റെ വികസനത്തിന്, നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക്, നമ്മുടെ യുവതലമുറയുടെ തെറ്റായ വഴിതിരിഞ്ഞു പോകുന്ന ആ പ്രവണതയെ അവസാനിപ്പിക്കാൻ ഏതെങ്കിലും തരത്തിൽ കഴിയുമെങ്കിൽ അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഈ കൂട്ടായ്മ ആഗ്രഹിക്കുന്നത്. അതിന്റെ മുന്നോട്ട് പോക്കിന് നിങ്ങളെപ്പോലുള്ള ഇവിടെ നിന്ന് ഒത്തുചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഇനിയുമുള്ള സഹകരണം, നിങ്ങൾ തന്നിട്ടുള്ള സഹകരണം വളരെ നിസ്തുലമാണ്. ഇനിയും ഇതിന്റെ സഹകരണം നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രദേശത്ത് നിന്ന് ഈ വിപത്തിനെ പൂർണ്ണമായി നമുക്ക് തുടച്ചു നിൽക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. കാരണം ഇത് നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന സാധനമല്ല, ലോകത്തെമ്പാടുമുണ്ട്. നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഭീഷണികളുണ്ട്. നമ്മുടെ നാട്ടിൽ ആ ഭീഷണി കടന്നു വരുന്നത് പരമാവധി ചെറുക്കാനുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഈ രൂപീകരിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഒന്നു ചേർന്നുകൊണ്ട് പരമാവധി ഒരു കുടുംബമെങ്കിൽ ഒരു കുടുംബം, ഒരു വ്യക്തിയെങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അത് നമ്മളെ ഈ കൂട്ടായ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്ന വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇന്ന് നമ്മുടെ ബഹുമാന്യനായ ഇത് ക്ലാസ് എടുക്കുന്ന ശ്രീ ഹരികുമാറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അത് പകർന്നു കിട്ടുന്ന ഊർജം ഏറ്റെടുത്തുകൊണ്ട് അത് നടപ്പിലാക്കാനും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും നമ്മുടെ നാട്ടുകാർ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ആദരണീയായ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി നസീറ നാസറിനോട് അഭ്യർത്ഥിക്കുകയാണ്, ക്ഷണിക്കുകയാണ്. മയക്കുമരുന്നിനെതിരെ ജനകീയ പ്രതിരോധം ബോധവൽക്കരണ ക്ലാസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ബഹുമാന്യായ വാർഡ് മെമ്പർ ശ്രീമതി നസീറ നാസർ അവരുടെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു.
ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ലഹരിയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ചർച്ച ചെയ്യുന്നത്. നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കിയാലും സോഷ്യൽ മീഡിയയിലും ലഹരിയുടെ വിപത്തിനെ കുറിച്ച് അതുപോലെ തന്നെ അതുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചും ധാരാളം കേൾക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മൾ പറയും നമ്മുടെ പ്രദേശത്ത് ലഹരി അത്ര ഇല്ലല്ലോ എന്ന്. പക്ഷേ ഇന്ന് ഓരോ പ്രദേശത്തേക്കും ആ ലഹരിയുടെ വിപത്ത് നാൾക്കുനാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവതലമുറ ലഹരിക്കടിമപ്പെട്ട് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വ്യക്തി എന്ന നിലക്കും അതുപോലെ സമൂഹം എന്ന നിലക്കും ലഹരിക്കെതിരെ അണിനിരക്കേണ്ടത്, ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. വരും തലമുറയെ ലഹരിയുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ നമ്മൾ ഇതിന്ന് രക്ഷപ്പെടുത്തണം. അതിനുള്ള വലിയൊരു പ്രചോദനമാവട്ടെ ഈ പരിപാടി എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഇത്തരം ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച പടിഞ്ഞാറമണ്ണ ലഹരി വിരുദ്ധ കൂട്ടായ്മക്ക് ഒരു വാർഡ് മെമ്പർ എന്ന നിലക്ക് തന്നെ എല്ലാവിധ പിന്തുണയും നേർന്നുകൊണ്ട് ഈ ലഹരിക്കെതിരായ ജനകീയ പ്രതിരോധത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. തുടർന്ന് ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി റിട്ടയർഡ് എക്സൈസ് ഓഫീസർ, മുൻ വിമുക്തി കോർഡിനേറ്റർ, മുൻ നശാമുക്ത് ഭാരത് അഭിയാൻ, ലഹരി മുക്ത ഭാരത് സർക്കാർ കോർഡിനേറ്റർ, ഹ്യൂമാനിക്സ് കൗൺസിലർ, ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ ആൻഡ് ഫാമിലി കൗൺസിലിംഗ് സെന്റർ പെരിന്തൽമണ്ണ, ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ശ്രീ ഹരികുമാർ സാറെ നമ്മോട് സംവദിക്കുന്നതിന് വേണ്ടി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ളവരെ, സ്വാഗതം പറഞ്ഞ ശ്രീ അബ്ദുൾ റഷീദ്, നമ്മുടെ പ്രോഗ്രാമിന് ആധ്യക്ഷം വഹിക്കുന്ന ശ്രീ മോഹൻകുമാർ കെ.എം, പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യയായ ശ്രീമതി നസീറ നാസർ, ഇനി സമ്മാനദാനം നിർവഹിക്കാനുള്ള അബ്ദുൽ സലാം മാസ്റ്റർ, അതോടൊപ്പം ഇന്ന് ഈ പരിപാടിക്ക് ക്ഷണിച്ച കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകൻ പ്രമോദ് മാഷ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ, വെയിലിന് തീയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. പക്ഷേ കുട്ടികൾ എങ്ങനെ ഒരു പഞ്ഞി വെച്ചിട്ട് ഒരു ലെൻസ് അതിന്റെ നേർക്ക് പിടിച്ച് കത്തിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പം നമുക്ക് മനസ്സിലാവും വെയിലിന് തീയുണ്ട്. എല്ലാവരും പറയുന്നു കേരളത്തിൽ മുഴുവൻ ഇപ്പം എന്തൊക്കെയോ ഭയങ്കര വിഷയങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഞങ്ങൾ ഇവിടെ നിന്നപ്പോ 2 കുട്ടികൾ വന്ന് ഷാക്ക് ഹാൻഡ് തന്നു. ഒരു ലാമിനെ മാലും ഒരു നെയ്മർ ജൂനിയർ. നെയ്മർ ജൂനിയറെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേർക്കും അറിയായിരിക്കും. പക്ഷെ ലാമിനെ മാലിനെ അത്ര കണ്ട് മക്കളുടെ ലാമിനെ മാലിനെ അറിയാവുന്ന ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. ലാമിനെ മാലിനെ അറിയാവുന്ന ചുരുക്കം ചില ആളുകളേ ഉള്ളൂ. മൈക്ക് മറ്റേ കോഡ്ലെസ് മൈക്കുണ്ട്. അടുത്തു നിന്ന് സംസാരിക്കുമ്പോഴാണ് നമ്മൾ അടുത്തറിയുന്നത്. അതുകൊണ്ട് ദൂരെ നിന്ന് സംസാരിക്കുമ്പോൾ വേറെ ഏതോ ഒരാളിങ്ങനെ അകലങ്ങളിൽ നിന്ന് സംസാരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. മലയുടെ മുകളിൽ നിൽക്കുന്ന ഒരാളിനോട് നമുക്ക് എഡ്മണ്ട് ഹിലാരി അങ്ങനെയൊക്കെയുള്ള ആളുകളോട്, അല്ലെങ്കിൽ ചന്ദ്രനിൽ പോകുന്ന ആളുകളോട്, റോക്കറ്റിൽ സഞ്ചരിക്കുന്ന ആളുകളോടൊക്കെ നമുക്കൊരു വേറൊരു മതിപ്പാണ്. അപ്പോൾ അത് മറ്റാരോ ഒരാളാണെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് അത് വേണ്ട, ഞാൻ നിങ്ങളെപ്പോലെ ഒരാൾ മാത്രമായതുകൊണ്ട് നിങ്ങൾക്കൊപ്പം നിന്ന് സംസാരിക്കാം. 17 വയസ്സുകാരനായ ഒരു കുട്ടിയാണ് ലോകത്തിന്റെ അടുത്ത 50 വർഷത്തിനിടയിലുണ്ടാകുന്ന അത്ഭുത പ്രതിഭാസങ്ങളിൽ ഒരാളാകാൻ പോകുന്നത് എന്ന് ഫുട്ബോൾ ലോകം വിലയിരുത്തുന്നു. അവനാണ് ലാമിൻ യമാൽ. മലപ്പുറത്തെങ്ങാനും ലാമിൻ യമാലിനെ കണ്ടിരുന്നെങ്കിൽ നമ്മുടെ പോലീസുകാരോ എക്സൈസുകാരോ അവനെ പൊക്കി അകത്തിട്ട് കൊണ്ടുപോകുന്നു. കാരണം അവൻ മുടിയൊക്കെ അങ്ങനെ വെച്ചിരിക്കുന്നു. മുടിയൊക്കെ ഒരു പ്രത്യേക രീതിയിൽ വെച്ച് 3 ദിവസം മുമ്പാണ് അവൻ ഈ
വെളുപ്പിച്ചത്. പക്ഷെ അതിനു മുമ്പ് ആ മുടിയൊക്കെ ഇങ്ങനെ സാധാരണ നമ്മൾ ചില കുട്ടികളെങ്ങനെ നോട്ട് ചെയ്യുമല്ലോ, എൻ്റെ മുടി കുഴപ്പമാണ്, അവൻ്റെ ഡ്രസ്സിങ് കുഴപ്പമാണ്, അവൻ്റെ ചുണ്ടൊക്കെ കറുത്തിരിക്കുന്നു, പല്ലുകളിൽ കറ പിടിച്ചിട്ടുണ്ട്, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ലാമിനിയമാൽ കുറ്റക്കാരനാകുമായിരുന്നു, പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യുമായിരുന്നു. ചിലപ്പോൾ ഇനിയിപ്പോൾ തന്നെ ആ പയ്യനോട് എവിടെയെങ്കിലും വന്നാൽ നോട്ടപ്പുള്ളിയാവും, അറിഞ്ഞുകൂടാത്താണ്. പക്ഷെ 350 കോടി രൂപയുടെ കരാറൊപ്പിട്ട ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബ്ബുമായി കരാറൊപ്പിട്ട ഈ സ്പെയിനിന്റെ കളിക്കാരനായ ഒരു പ്ലെയറാണ്, അല്ലെ, ഒരു പ്ലെയറാണ്, സ്പെയിനിന്റെ ഒരു പ്ലെയറാണ്. 17 വയസ്സാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹയർ സെക്കൻഡറി +2 കുട്ടിയുടെ പ്രായം. അപ്പൊ ഇവിടുന്ന് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകണ്ടേ? ലാമിനമാലൊന്നും ഉണ്ടാകണ്ട, ഇവിടത്തെ ഒരു കുട്ടി ഉണ്ടായാൽ മതി. ഒന്നും മറ്റൊന്നിനും പകരമാവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ തോന്നി ഇവൻ ഈ ലഹരിക്കെതിരെ ക്ലാസ് എടുക്കാനൊക്കെ വന്നിട്ട് ഇതെന്താ ഈ പറഞ്ഞ് കയറി പോകുന്നു? ലഹരിക്കെതിരെ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു ആവശ്യം. എല്ലാറ്റിനും എതിരെയും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഫുട്ബോൾ കോർട്ടിൽ ഇവിടെ കൂടുതൽ കുട്ടികളുണ്ട്, ഞാൻ അവർക്ക് അനുകൂലമായിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പറയുക. പാരന്റ്സ് ക്ഷമിക്കുക. ഫുട്ബോൾ കോർട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് ഈ ഒരു 3 മണി സമയത്ത് മക്കളെ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ കളിക്കണം. വെയിൽ കൊള്ളുന്നത് നല്ലതാണ് കേട്ടോ, വെയിൽ കൊണ്ട് അസുഖമൊന്നും വരില്ല. മാത്രമല്ല ഹോർമോണിന്റെ അളവൊന്നും കൂടും, ഹാപ്പിനെസ് ഉണ്ടാവും. അതിലേക്ക് ഞാൻ വരാം. മക്കൾ വെയിൽ കൊള്ളാൻ പാടില്ല, വീട്ടിന്റെ അകത്തിരുന്ന് കൊള്ളണം എന്ന് ഏതെങ്കിലും പാരന്റ്സ് വാശി പിടിക്കുന്നെങ്കിൽ വെറുതെയാണ്. അപ്പോ ഫുട്ബോൾ കോർട്ടിൽ ഇങ്ങനെ കുറെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പുരോഹിതൻ അദ്ദേഹത്തിന്റെ വെറുതെ കുട്ടികളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കുട്ടികളുടെ അരികിലേക്ക് വന്നിട്ട് അവിടെ നിന്നിട്ട് ഗ്രൗണ്ടിന്റെ പുറത്ത് മക്കളെ കളി നിർത്ത്, ഇന്ന് 7 മണിക്ക് രാത്രി 7 മണിക്ക് ലോകം അവസാനിക്കുന്നു. കുട്ടികളൊക്കെ അന്തം വിട്ടിങ്ങനെ അദ്ദേഹത്തെ നോക്കി. കളി നിർത്തിയിട്ട് ഓടി വാന്ന് പറഞ്ഞു. അപ്പോ മക്കളെല്ലാം കളി നിർത്തിയിട്ട് ഓടി വന്നു. പക്ഷെ ഒരു കുട്ടി മാത്രം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു കുട്ടി മാത്രം കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഓടി വന്ന കുട്ടികൾ ചോദിച്ചു, അദ്ദേഹം പുരോഹിതനാ, ഫാദർ ശരിയാണോ, ഇന്ന് ലോകം അവസാനിക്കൂ? പിന്നെ ഇന്ന് 7 മണിക്ക് ലോകം അവസാനിക്കും. അല്ലെങ്കിൽ ലോകം അവസാനിച്ച് നിങ്ങൾ എന്താ ചെയ്യുക? അല്ലെ ഫാദർ സത്യമാണോ? സത്യമാണോ? അങ്ങനെയാണെങ്കിൽ ഫാദർ വീട്ടിൽ ബിരിയാണി വെച്ച് വെച്ചിരിക്കുക, ഞാൻ ഒന്ന് പോയി തിന്നോട്ടെ, എന്തായാലും ചാവും, കുറെ ബിരിയാണി നിന്നിട്ടെങ്കിലും ചാവാമല്ലോ എന്ന് ഒരുത്തൻ. മറ്റേടത്തും പറഞ്ഞു, ഫാദറെ ഞാൻ എന്റെ കുറെ ഫ്രണ്ട്സുമായിട്ടൊക്കെ തെറ്റിപ്പിരിഞ്ഞിരിക്കുക, ഞാൻ അവന്മാരെയൊക്കെ ഒന്ന് കണ്ടിട്ടെ. ഈ മരിക്കുന്നതിന് മുമ്പ് സൗഹൃദം പുതുക്കുന്നല്ലേ, വെറുതെ തന്നെ പിണങ്ങിയിട്ട് മരിക്കുന്നു, അങ്ങനെയല്ല. വേറെ ആൾ പറഞ്ഞു, ഞാൻ ബേക്കറിയിൽ പോവും, അവിടുന്ന് കിട്ടുന്ന സാധനമൊക്കെ ഈ 7 മണിയാകാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കും, ലോകം അവസാനിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് എല്ലാം തിന്നും. ഇങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. പക്ഷെ ഈ പറയുമ്പോഴും ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി മാത്രം ഇങ്ങനെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവൻ വരുന്നില്ല, അവനെപ്പോഴും ബാളിട്ട് സ്വന്തമായിട്ട്, ബാക്കി കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ തന്നെ തന്നെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫാദർ അവൻ വിളിച്ചടാ, അവൻ വരുന്നില്ല, അവൻ എടാ ഇന്ന് ലോകം അവസാനിക്കുമെന്നുണ്ടെങ്കിൽ 7 മണിക്ക്, അല്ല നീ എന്ത് ചെയ്യും? അവൻ പറഞ്ഞ മറുപടി എന്താ? ഐ വിൽ കീപ് ഓൺ പ്ലേ, ഐ വിൽ കീപ് ഓൺ പ്ലേ, ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് അവൻ പറഞ്ഞ മറുപടി, ഞാൻ കളിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ മക്കൾ അങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാതെ ലോകം അവസാനിക്കുമെന്ന് കേൾക്കുന്നത് പോലെ ഇവിടെ ഇപ്പൊ കേരളം മുഴുവൻ ലഹരിയിൽ അങ്ങോട്ട് നശിച്ചുപോയി എന്ന് പറയുമ്പോഴും നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടർന്നുകൊണ്ടേയിരിക്കുക. കളിച്ചവർ കളിച്ചുകൊണ്ടേയിരിക്കുക, ജോലി ചെയ്തവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക, പഠിക്കുന്നവർ പഠിച്ചുകൊണ്ടേയിരിക്കുക. ഇങ്ങനെ എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാതെ അയ്യോ ഇത് 29th ഡേ ആണോ, അതായത് ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു ദിവസമാണല്ലോ, ഇതാണോ നാളെ ഇതിപ്പോ എല്ലാം കൂടെ അവസാനിക്കുമെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, അതൊക്കെ മറികടന്നവരാണ് നമ്മൾ. അപ്പൊ അതിന് ഒറ്റ വഴിയുള്ളൂ, കുഞ്ഞുങ്ങളെ തിരിച്ചറിയണം എന്നുള്ളതാണ്. കുട്ടികൾക്കൊക്കെ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന മക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യുവാക്കൾക്കൊക്കെ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചാൽ യുവാക്കൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 500 കുട്ടികൾ, അവരും പറഞ്ഞു ഇല്ല, 500 കുട്ടികൾ, 500 യുവാക്കൾ ഇരിക്കുന്ന ഒരു സദസ്സിൽ വന്നിട്ട്, ഒരു കോളേജിൽ വന്നിട്ട് അവിടെ ക്ലാസ് എടുക്കുന്ന ഒരാൾ, പോലീസുകാരനോ എക്സൈസുകാരനോ മോട്ടിവേഷൻ സ്പീക്കറോ ഇവിടത്തെ യുവാക്കളൊക്കെ ചീത്തയായി പോയി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിൽ വലിക്കുന്ന അല്ലെങ്കിൽ മണത്ത് നോക്കുന്ന ഒരു 10 പേരില് 15 പേരുണ്ടാവും. അപ്പൊ ബാക്കി 385 പേരെ നമ്മൾ അപമാനിക്കുകയാണ്.
ആ കുട്ടി എങ്ങനെയാ നമ്മളുമായി പൊരുത്തപ്പെടുക? നിങ്ങളുടെ കുട്ടിയുടെ മുഖത്ത് നോക്കി നീ മോശമാണ്, നീ മോശമാണ്, നീ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നാൽ, മോഹൻലാലിന്റെ തുടരും സിനിമയിലെ ലഹരി വിരുദ്ധ ഇത് മറ്റേ മയക്കുമരുന്നിന്റെ പ്രശ്നം കണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാനത് കാണാൻ പോയി. സിനിമ കണ്ടു. അപ്പൊ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ സിനിമ കാണാൻ പോയി. പാർക്ക് ചെയ്യുന്നതിന് പൈസ കൊടുത്തു. ഇപ്പൊ തിരിച്ചു വന്നപ്പോ ഈ പാർക്കിംഗ് ഏരിയയിൽ ഇരിക്കുന്നത് ഒരു പയ്യനാണ്, ഒരു കുട്ടി. ഞാൻ ചോദിച്ചാ മോനെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആളോടെ പോയി? അല്ല അതെന്റെ ഉപ്പയാ, വീട്ടിൽ പോയി. നീ പഠിക്കുന്ന ഇനി 10ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞു, ഇനിയിപ്പോ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ഈ തുടരും സിനിമയിൽ മോഹൻലാലിന്റെ ഒരു തന്ത വൈബൊക്കെ ഉണ്ടല്ലോ, അപ്പോ അങ്ങനെയാ പറയുക. അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ പയ്യനോടൊന്ന് സംസാരിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ചോദിച്ചാൽ, നീ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അത് ഇന്ന സ്കൂളിലാണ്. എത്ര കുട്ടികളുണ്ടാവും അവിടെ? അവിടെ ഒരു സാർ 10ാം ക്ലാസ് ആണോ? അല്ല, മൊത്തത്തിൽ 1500 കുട്ടികളുണ്ടാവും. പിന്നീട് മോനെ ഞാൻ കണ്ട സിനിമയെ തുടരും സിനിമ ഇങ്ങനെ ലഹരിക്കെതിരെയൊക്കെ പറയുന്ന ഒരു നിന്റെ സ്കൂളിൽ സത്യത്തിൽ അങ്ങനത്തെ കുഴപ്പമുണ്ടോ? അപ്പൊ പിന്നെ ചിരിച്ചു. എന്താ കുഴപ്പമുണ്ടോ? അപ്പോഴും ചിരിച്ചു. ഞാൻ പറഞ്ഞു പോട്ടെ, കുഴപ്പമുണ്ടെന്ന് ഞാൻ ചോദിക്കില്ല, സ്കൂളല്ലേ, കുഴപ്പമുണ്ടാവും. എത്ര കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടാവും? അപ്പോഴവൻ മറുപടി പറയുന്നില്ല. നമ്മളേടാ നീ പറ, എത്ര കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടാവും? 10. അപ്പോഴും ചിരിച്ചു. 20. അതെങ്കിലേ അതെന്റെ ക്ലാസ്സിലുണ്ടാവും. ചോദിച്ചെന്ത് 20 പേരും? 20 പേരിന്റെ ക്ലാസ്സിലുണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചു നിന്റെ സ്കൂളിലോ? സ്കൂളിലെല്ലാം കൂടെ ഒരു 10-700 കുട്ടി. ഞാൻ ചോദിച്ചു എന്ത് ലഹരിയാ? അല്ല അത് അവനൊരു പേര് പറഞ്ഞു. ഞാൻ ഈ പൊതുസ്ഥലത്ത് പേരൊന്നും പറയില്ല. അവനൊരു പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് നമ്മൾ പറയുന്ന പുകയിലയുടെ വിഭാഗത്തിൽ പെടുന്ന മദ്യവും പുകയിലയാണ് ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് നമ്മൾ പറയുക. കുട്ടികൾ ഈ ലഹരി വസ്തുക്കൾ ചവയ്ക്കുന്നതിൽ നിന്നാണ് തുടങ്ങുക. കാരണം അവർക്ക് കൂടുതൽ കൗതുകം ചവയ്ക്കാനാണ്. അപ്പോ ചവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ലഹരിയായിരിക്കും അവർ ആദ്യം യൂസ് ചെയ്യുക. അപ്പൊ പുകയില ഉൽപ്പന്നങ്ങളായിരിക്കും കുട്ടികൾ ആദ്യമായിട്ട് ഉപയോഗിക്കാൻ സാധ്യത. അല്ലെങ്കിൽ ചിലപ്പോ കുടിക്കാനുള്ളത് മദ്യവും അവർ ഉപയോഗിച്ചേക്കാം. കാലം മാറുകയാണ്, ചിലപ്പോ മാറും. പക്ഷെ കുട്ടി പറഞ്ഞതനുസരിച്ച് അവന്റെ സ്കൂളിൽ 500 കുട്ടികളെങ്കിലും ഈ പറയുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, നേരത്തെ ഇയാൾ പറഞ്ഞത് അങ്ങനെയല്ലോ, കുട്ടികളൊക്കെ നല്ലതെന്നല്ലേ പറഞ്ഞത്? എന്റെ ചോദ്യം ഞാൻ മാറ്റിയാണ്. പണ്ട് എത്ര പേര് സിഗരറ്റ് വലിക്കുമായിരുന്നു? ഇപ്പൊ എത്ര പേര് സിഗരറ്റ് വലിക്കുന്നുണ്ട്? പണ്ട് ഇതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പണ്ടൊരു വീട്ടിൽ വല്യുപ്പയോ അല്ലെങ്കിൽ ഉപ്പയോ ആരെങ്കിലുമൊക്കെ സിഗരറ്റ് വലിക്കുമായിരുന്നു. നമ്മൾ ഈ കുട്ടികളെങ്ങനെ കുറ്റപ്പെടുത്തുമല്ലോ. സത്യത്തിൽ കുട്ടികൾക്കല്ല കുഴപ്പം. ക്ലാസ്സിൽ അധ്യാപകരുണ്ടെങ്കിൽ ക്ഷമിക്കണം, ക്ലാസ്സിൽ അധ്യാപകം വരിക. കാരണം മുകളിൽ നിന്ന് അവിടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. പണ്ടാണ് കേട്ടോ, കുട്ടികളുടെ ജാതി എഴുതി അയച്ചു കൊടുക്കാൻ പറഞ്ഞിരിക്കാം. ഇന്നെല്ലാവർക്കും അറിയാം, പണ്ടങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇത് എഴുതി അറിയിച്ചു കൊടുക്കാൻ പറഞ്ഞ അധ്യാപകൻ ക്ലാസ്സിൽ വന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി പറഞ്ഞ, മക്കളെ നിങ്ങൾ ഹിന്ദുക്കളായ കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു പറഞ്ഞു. അപ്പൊ കുറെ കുട്ടികൾ എഴുന്നേറ്റ് നിന്നു. ആ കൂട്ടത്തിൽ ഗണേശൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഗണേശന്റെ അടുത്ത സുഹൃത്താണ് മുഹമ്മദ്. ഗണേശൻ എഴുന്നേൽക്കുന്നുണ്ടപ്പം മുഹമ്മദിന് ആ കൂടെ ഒരു വെപ്രാളം. ഈ ഗണേശൻ ചെയ്യുന്നതൊക്കെ ശരിയാണല്ലോ, അത്ര ഫ്രണ്ടവൻ. ഗണേശൻ പറയുന്നതാണല്ലോ ശരി. അപ്പൊ എഴുന്നേക്കാൻ അധ്യാപകൻ പറഞ്ഞു. ഗണേശൻ എഴുന്നേറ്റു. അപ്പൊ മുഹമ്മദ് എഴുന്നേറ്റു. അധ്യാപകൻ മുഹമ്മദിനെ ഇങ്ങനെ അടിപൊളി നോക്കി. നിങ്ങൾ വേണം നിങ്ങളുടെ എഴുന്നേക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഒറ്റ അടി കൊടുത്തു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. മുഹമ്മദിന് മനസ്സിലായില്ല, പാവം അവിടെ ഇരുന്നു. എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. എന്തായാലും ഞാൻ ചെയ്ത തെറ്റാണെന്ന് അവന് തോന്നി. അപ്പൊ ആ കുട്ടികളുടെ ലിസ്റ്റൊക്കെ എഴുതിയെടുത്തിട്ട് അധ്യാപകൻ അടുത്ത് എന്ത് ചെയ്തു, ഇനി ക്രിസ്ത്യൻ കുട്ടികളുണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോഴും കുറെ കുട്ടികൾ എഴുന്നേറ്റുന്നു. കൂട്ടത്തിൽ തോമസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. തോമസും നമ്മുടെ മുഹമ്മദ് തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. അപ്പോ മുഹമ്മദ് വിചാരിച്ചു ഈ തോമസ് പറയുന്നതായിരിക്കും ഇനി ശരി, തോമസ് പറയുന്നതായിരിക്കും ശരി എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, അപ്പോഴും എന്ത് ചെയ്തു, നമ്മുടെ മുഹമ്മദ് എഴുന്നേറ്റുന്നു. മാഷിന് കുറച്ചുകൂടെ ദേഷ്യം വന്നു. നീ എന്താണ് എപ്പോ എണീറ്റെന്ന് ചോദിച്ചിട്ട് കൊടുത്തു 2 എണ്ണം. എനിക്ക് ഇത്രയ്ക്കതോ 2 എണ്ണം. അപ്പോഴും അവന് മനസ്സിലായില്ല എന്തിനാ ഈ അടി കിട്ടിയത്. അവൻ അവിടെ ഇരുന്നു. 3ാമത് മാഷ് പറഞ്ഞു, ഇനി മുസ്ലിം കുട്ടികളുണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ഇവന് എഴുന്നേക്കാൻ പേടി, ഇനിയിപ്പൊ അതിനും കിട്ടുമോ. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവൻ എഴുന്നേറ്റില്ല. ഇവൻ അവിടെ തന്നെ ഇരുന്നു.
നീ പിന്നെയും വേല കാണിക്കണല്ലേ, നിന്റെ അപ്പുറത്ത് ചോദിച്ചിട്ട് നീ എഴുന്നേക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ട് 3 കൊടുത്തു. ഗുരു നിത്യചൈതന്യതയുടെ കഥയാണ്, അദ്ദേഹം പറഞ്ഞ കഥയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി കൺഫ്യൂഷൻ ആവൂലേ? ചിന്തിച്ചു നോക്കൂ. അങ്ങനെ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇവിടെ കേരളത്തിൽ മുഴുവൻ ഇങ്ങനെ ലഹരിയാണ്, ലഹരിമയമാണ്, തകർന്ന് തരിപ്പണമായി പോയി എന്നൊക്കെ നമ്മൾ കുട്ടികളോട് പറയുമ്പോൾ അതൊരു നല്ല സന്ദേശം കുട്ടികൾക്ക് കൊടുക്കൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ വിൽ കീപ് ഓൺ പ്ലേ. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കുക. മക്കളെ സംശയിക്കരുതൊരിക്കലും. പാരന്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്, അല്ല സാറേ ഈ ലഹരി ഉപയോഗിക്കുന്നവരൊക്കെ കണ്ട അങ്ങനെയാ തിരിച്ചറിയാം. അപ്പൊ ഞാൻ കുറെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ നിർത്തി. എന്താ സംഭവം എന്ന് വെച്ചാൽ പെരിന്തൽമണ്ണയിലുള്ള ഒരു ചങ്ങാതി എന്നെ വിളിക്കുക, സാറേ ഈ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ മങ്കടയാണ് താമസിക്കുന്നത്, വീട്ടിലേക്കൊന്ന് പറഞ്ഞു. ചോദിച്ചു എന്ത് പറ്റി? മോനാകെ പോയി സാറേ. ചോദിച്ചു എന്തുവാ? അല്ല അവനെ കൈവിട്ടു പോയി. അങ്ങനെ തോന്നാൻ? അല്ല സാർ അവൻ പോയി, സാറൊന്ന് വന്ന് അവനോട് സംസാരിക്കണം, എനിക്ക് എന്റെ കുട്ടിയെ തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് പുള്ളി നിരന്തരം ഇങ്ങനെ വിളിക്കും. അങ്ങനെ ദിവസം ഞാൻ പെരിന്തൽമണ്ണ ഈ പറഞ്ഞ ന്യൂ ഹോപ്പ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകുമ്പോൾ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ലൊക്കേഷനൊക്കെ ചോദിച്ച് അവിടെ കയറും. അപ്പൊ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം? അല്ല സാറേ അവൻ എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടേ ആകെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു ഉറപ്പാണോ? പിന്നെ അവൻ എവിടെയാ? മുറിക്കകത്തുണ്ട്. ഞാൻ അവനോട് സംസാരിക്കട്ടെ. ഞാനും വരാം. വേണ്ട ഞാൻ ഒറ്റയ്ക്ക്. അല്ല സാറേ ഞാനും വരാം. ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാം. അവൻ +2 പഠിക്കുന്ന കുട്ടിയല്ലേ, ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാം. അവൻ ഇപ്പൊ തല്ലണമെങ്കിൽ ഞാൻ കൊണ്ടോളാം. അങ്ങനെ ഞാൻ മുറിക്കകത്തേറി വാതിലിങ്ങ് ചാരി അവനോട് സംസാരിക്കുന്നു. ഞാൻ ചോദിച്ചാൽ മോനെ, ഞാനേ അന്ന് ഞാൻ സർവീസിലുള്ള ആളാണ്, അവിടെ ഞാൻ എക്സൈസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. സാറിന് ഉപ്പ വിളിച്ചാവൂല്ലേ? പറയലടാ, ഉപ്പയും ഞാൻ സുഹൃത്തുക്കളാണ്. നിങ്ങളെങ്ങനെയല്ല? ഞാനിങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഉപ്പ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ നിനക്കെന്തോ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് ഉപ്പ പറഞ്ഞു. അങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അല്ല ഉപ്പ എന്താ പറഞ്ഞത് സാറിനോട്? അത് നീ എന്തോ വലിക്കുമെന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ നീ വലിക്കൂ? അവന്റെ മുഖമൊക്കെ വിവരണമായിട്ടാ. പറഞ്ഞു സാറേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദിവസം ഒരു സിഗരറ്റിന്റെ ഒരു 3-4 പുക എടുത്തിട്ടുണ്ട് സാറേ. പിന്നെ അതിനു മുമ്പ് അതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്താടാ അങ്ങനെ ഒരു ദിവസം, പ്രത്യേകിച്ച് ഒരു ദിവസം അങ്ങനെ എടുക്കാൻ? സാർ ഇങ്ങോട്ട് വന്നപ്പോ അവിടെ ഉമ്മയെ കണ്ടില്ലേ? ഞാൻ പറഞ്ഞു കണ്ടു. സാർ അത് എന്റെ ഉമ്മയല്ല, പക്ഷെ എനിക്ക് കുഴപ്പമില്ല, ഉപ്പ 2ാമത് നിക്കാതെ കഴിച്ചതാ, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ എന്റെ ഉമ്മയില്ലേ, എന്റെ ഉമ്മ ഇവിടുന്ന് പോയപ്പോ സാറിനറിയാവോ? എന്റെ ഉമ്മ ഇവിടുന്ന് പോയപ്പോ എന്റെ ഏട്ടന്റെ ആധാർ കാർഡ്, എന്റെ ഏട്ടന്റെ സർട്ടിഫിക്കറ്റ്, അവന്റെ ബുക്കുകളെല്ലാം എടുത്തുകൊണ്ട് പോയി. എന്റെ അനിയന്റെ എടുത്തുകൊണ്ട് പോയി സാർ. എന്റെ സർട്ടിഫിക്കറ്റ്, എന്റെ ആധാർ കാർഡ് ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ ഉമ്മ അത് കണ്ടില്ല സാർ. ഉമ്മക്കറിയാം ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉമ്മയെ സ്നേഹിച്ച ഞാനാണ്. പക്ഷെ എന്റെ ഉമ്മയ്ക്ക് വേണ്ട, എന്റെ ഒന്നും വേണ്ട. അതെനിക്ക് സഹിക്കാൻ വയ്യാത്തുണ്ടോ സാറേ? പക്ഷെ എനിക്ക് പറ്റൂല, വലിക്കാനൊന്നും പറ്റില്ല സാറേ. ഞാനിങ്ങനെ ചുമച്ചിട്ട് ഞാനപ്പൊ തന്നെ അത് കളഞ്ഞു സാറേ. ഞാനവനിങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു പോട്ടടാ, ഞാൻ ഉപ്പയോട് പറയാം. ഞാൻ തിരിച്ചിറങ്ങി പറഞ്ഞു, അല്ല എന്താ മോനെ, ഒരു ദിവസം എന്തോ ഒരു സിഗരറ്റ് എന്തോ വലിച്ചു, അതും കുറച്ചെങ്ങനെ വലിച്ചിടൂ, വേറെ പ്രശ്നമൊന്നുമില്ല, എന്താ അങ്ങനെ തോന്നുന്നത്? അല്ല സാറേ അവൻ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ അങ്ങനെ പറയാൻ കാര്യം? അല്ല സാറെന്ന് പെരിന്തൽമണ്ണ ക്ലാസ് എടുത്തില്ലേ? ഞാൻ പറഞ്ഞെന്ന്. അല്ല സാറേ ദിവസം പെരിന്തൽമണ്ണ ക്ലാസ് എടുക്കാൻ വന്ന അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെന്നിട്ട് അന്ന് സാർ അവിടെ കുറെ ലക്ഷണങ്ങൾ പറഞ്ഞില്ലേ? എന്ത് ലക്ഷണം? അല്ലാത് വലിച്ചാൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുടെ കണ്ണിന്റെ ചുറ്റും കറുത്ത നിറമുണ്ടാകും, കണ്ണുകൾ ചുമന്നിരിക്കും, ചുണ്ട് കറുത്തിരിക്കും, വിയർപ്പിന് രൂക്ഷമായ ഗന്ധമുണ്ടായിരിക്കും, വസ്ത്രത്തിൽ കറപിടിച്ചിരിക്കും, ദേഷ്യപ്പെടും, ഇങ്ങനെയൊക്കെ സാർ പറഞ്ഞില്ലേ? ഞാൻ അതുകൊണ്ട് തക്കവനുണ്ട് സാറേ, അവന് കുഴപ്പമൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു. അപ്പോ ഞാനിത് നിങ്ങളോട് പറഞ്ഞെന്തറിയാമോ? ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ ലക്ഷണങ്ങൾ പറഞ്ഞാൽ ഇന്ന് വീട്ടിൽ പോയി, ഇപ്പൊ ഞാൻ പറയുകയാണ്, മയക്കുമരുന്ന് സാധാരണ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മദ്യമൊക്കെ ഉപയോഗിക്കുന്ന ഒരാളിന്റെ വിയർപ്പിന് രൂക്ഷമായ ഗന്ധം ഉണ്ടായിരിക്കും,
കണ്ണുകൾ ചുമന്നിരിക്കും, ചുണ്ട് കറുത്തിരിക്കും, പല്ലുകളിൽ കറ പിടിച്ചിരിക്കും, കൈനഖങ്ങൾക്ക് മഞ്ഞ നിറമുണ്ടായിരിക്കും. പെട്ടെന്ന് ദേഷ്യം വരും, ആഹാരം ചിലപ്പോൾ വാരി വലിച്ചു തിന്നും, ചിലപ്പോൾ ഒന്നും കഴിക്കാതിരിക്കും. അമിത വേഗതയിൽ വാഹനം ഓടിക്കും, ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകും, ചിലപ്പോൾ ടെറസിന്റെ വണ്ടിയിൽ പോകും, ചിലപ്പോൾ പറമ്പിൽ പോവും, നമ്മളോട് ആവശ്യമില്ലാതെ തട്ടിക്കയറും. ഞാൻ കുറെ പറഞ്ഞില്ലേ, ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നില്ലേ? ശരിയാണ്, അവന്റെ കണ്ണിന്റെ ചുറ്റും കറുത്ത നിറം കാണുന്നുണ്ട്, അവന്റെ പല്ലിൽ കറ പിടിച്ചേറ്റ് തോന്നുന്നുണ്ട്. നീ ഇങ്ങോട്ട് വാ, ദേ എന്താടാ നിന്റെ കണ്ണിന് ചുമന്നറം? ഞാൻ വെയിലത്ത് കളിച്ചുകൊണ്ടിരുന്നതാ, അപ്പൊ കളിച്ചു കഴിഞ്ഞാൽ കണ്ണ് ചുമക്കും. എന്നാ പോ. അല്ല നീ എന്താ കണ്ണിന്റെ ചുറ്റും കറുത്ത? ഞാൻ വെയിലത്തല്ലേ കളിച്ചത്, അപ്പൊ കറക്കും. പോ വാ. എന്താടാ നിന്റെ വിയർപ്പിന് ഒരുമാതിരി? ഉമ്മക്കിപ്പോ എന്ത് വേണം? അല്ല വേർപ്പ്. എന്റെ ഉമ്മ, ഞാൻ അവിടെ പാടത്ത് കുട്ടികളുടെ അടുത്ത് കിടന്ന് കളിച്ചു മറിഞ്ഞതാ, അപ്പൊ വേർപ്പല്ലേ, വേർക്കും നാറും. പോ നിക്ക്. നിന്റെ ഡ്രസ്സിലൊക്കെ എന്താ കറ പിടിച്ചിരിക്കുന്നത്? പിന്നെ ഞാൻ പാടത്ത് കളിച്ച പിന്നെ ഡ്രസ്സിൽ പിന്നെ എന്താ ഉണ്ടാവുക? ചളിയൊക്കെ അല്ലേ ഉണ്ടാവുക? ഉമ്മക്കിപ്പോ എന്താ അറിയേണ്ടത്? ഈ ഓരോ ചോദ്യവും നിങ്ങൾ മക്കളോട് ചോദിക്കുമ്പം, പുതിയ കാലത്ത് ഡ്രഗ്സിന് പറയുന്നത് സേ നോ ടു ഡ്രഗ്സ് എന്നല്ല, അറിയോ? കേരളത്തിൽ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക. വേൾഡ് ലെവലിൽ ഇപ്പൊ പറയുന്നത് എന്തറിയാമോ? ജസ്റ്റ് സേ നോ. എന്തിനോ? KNOW. എനിക്കറിയാം. ജസ്റ്റ് സേ ഐ നോ. എനിക്കറിയാം. അതാണിപ്പോ രാജ്യാന്തര തലത്തില് ഡ്രഗ്സിന് കൊടുക്കുന്ന ക്യാപ്ഷൻ അതാ, ജസ്റ്റ് സേ ഐ നോ. എനിക്കറിയാം. ഉമ്മ എന്താണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ മറ്റേ സാധനം അടിക്കണമെന്നല്ലേ ഉമ്മ പറഞ്ഞു വരുന്നത്. അതാ കുട്ടി പറഞ്ഞത്, എനിക്കറിയാം. ഉമ്മ ഇങ്ങോട്ട് പറയണ്ട, ഉമ്മ നിർത്ത്. എന്റെ കണ്ണ് ചുമന്നിരിക്കുന്നതല്ലേ, പല്ല് കറ പിടിച്ചിരിക്കുന്നതല്ലേ, ചുണ്ട് കറുത്തിരിക്കുന്നതല്ലേ, കണ്ണിന്റെ ചുറ്റും കറുത്ത നിറയല്ലേ? എനിക്കറിയാം ഉമ്മ എന്താ ഉദ്ദേശിക്കുന്നത്. ഉമ്മ, ഞാൻ ആ ടൈപ്പ് അല്ല. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരാളല്ല. ഇന്ന് കുട്ടി പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ സംശയിച്ചാൽ പിന്നെ ഇവിടെ ചിലപ്പോ ഈ സ്ഥലത്ത് ആരെങ്കിലും ഒക്കെ കൊണ്ട് എന്തെങ്കിലും, അതിനൊക്കെ ഇവിടെ ഇത്രയും പ്രതിരോധിക്കാൻ ഇത്രയും ആളില്ലേ? മക്കൾ ഉൾപ്പെടെ ഉണ്ടല്ലോ പ്രതിരോധിക്കാൻ. പ്രതിരോധ ശക്തിയല്ലേ നമ്മളൊക്കെ. അങ്ങനെ നമ്മുടെ നാട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഈ മക്കളുടെ കൈകളിലേക്ക് വെച്ചുകൊടുക്കുമോ? നിയമമില്ല ഇവിടെ. സ്വാഗതം പറഞ്ഞ പോലീസിനോട് ചോദിക്കൂ, നിയമമില്ല ഇവിടെ. നിങ്ങൾക്ക് ആരെ ചൂണ്ടിയിട്ടും ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ നിയമമുണ്ട്. CRPC 43, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 43. ഇപ്പൊ പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോ ആ വകുപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. ഒരാളെ ചൂണ്ടിയിട്ട് ക്രൈം ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. ഇന്ത്യൻ പൗരനാണെങ്കിൽ, നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം. കാരണം അയാൾ ചെയ്യുന്നത് കുറ്റകൃത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തോ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, പോടാപ്പനെ ഇങ്ങനെ അവൻ പറയും. പക്ഷെ നിങ്ങൾക്ക് പിടിച്ചു വെച്ചുകൊണ്ട്, ദേഹോപദ്രവമല്ല, സദാചാര പോലീസ് ആകാനല്ല പറയുന്നത്, നിങ്ങൾക്ക് പിടിച്ചു വെച്ചുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച്, സാറേ ഞങ്ങളത് അവിടെ കൂട്ടിലങ്ങാടി ഇന്ന സ്ഥലത്ത് ഒരു ആളെ അറസ്റ്റ് ഉണ്ട്, അത് ഞങ്ങളൊരാളെ അറസ്റ്റ് എന്താ? ചില പോലീസുകാർ തിരിച്ചു വയ്ക്കും, നീ ആരുടെ അറസ്റ്റ് ചെയ്യാന്നുള്ള അർത്ഥത്തിൽ. ഞങ്ങളൊരാളെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്, സാറൊന്ന് വരൂ. വരും. കാരണം ഒരു നാടിന്റെ ആവശ്യമാണെങ്കിൽ പോലീസും എക്സൈസും ഒക്കെ ഇവിടെ എത്തിയേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മുകളിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, അതിൽ പരാതി നൽകാം. അപ്പൊ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, കുട്ടികളാണ് കുഴപ്പക്കാര് എന്നുള്ള ചിന്ത. അത് ഞാൻ ഒരു എക്സാമ്പിൾ, കുട്ടികളൊന്നും സംസാരിക്കേണ്ട, മുതിർന്ന ആളുകൾ. ഞാൻ ഈ പറയുന്നത്, നിങ്ങൾക്ക് ഏത് ദൈവത്തെ വേണമെങ്കിലും വിശ്വസിക്കാമേ. ഞാൻ പറയുന്നൊന്ന് ഏറ്റു പറയാം. ആദ്യം ഞാൻ പറയാം, അത് കേട്ടിട്ട് രണ്ടാമത് പറയുമ്പോൾ നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മതി. എന്റെ കുട്ടി എന്നെപ്പോലെ എല്ലാ പരീക്ഷയിലും എല്ലാ വിഷയത്തിനും A+ വാങ്ങണേ. കേട്ടല്ലോ? ഇനി ഒന്ന് പറഞ്ഞു നോക്കാം. എന്റെ കുട്ടി എന്നെപ്പോലെ എല്ലാ പരീക്ഷയിലും എല്ലാ വിഷയത്തിനും A+ വാങ്ങണേ. A+ വാങ്ങിയിട്ടുണ്ടോ? അമ്മ വാങ്ങിയിട്ടുണ്ടോ?
അതാ അന്ന് ആ സമ്പ്രദായം ഇല്ലാത്തണ്ടാ. ഗ്രേഡിംഗ് സംവിധാനം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. കൊള്ളാം കേട്ടാ. എന്നാ പോട്ടെ, ഞാനത് വിട്ടു. എന്റെ കുട്ടി എന്നെ പോലെ ജീവിതത്തിൽ ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത കുട്ടിയായിരിക്കണേ. പറയാൻ പറ്റൂ? തെറ്റൊക്കെ നമ്മൾ ചെയ്യുമല്ലേ? അപ്പൊ പിന്നെ മക്കൾ ചെയ്താൽ എന്താ കുഴപ്പം? മക്കളതാ ചോദിക്കുന്നു. നമ്മൾ തെറ്റൊക്കെ ചെയ്യും, മക്കൾ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ അതിപ്പോ അവരിങ്ങനെ തെറ്റ് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കും. യേശുദാസിനെ നമുക്കറിയാം, കെ.എസ്. ചിത്ര അറിയാം, ദുൽഖർ സൽമാൻ അറിയാം, നിവിൻ പോളിയെ അറിയാം അല്ലേ? പിന്നെ സൂര്യവംശി വൈഭവം ക്രിക്കറ്റിലും പിന്നെ ഞാൻ 14 വയസ്സുകാരനാ അടിച്ചു കൂട്ടിയത്. രണ്ടാമത്തെ കളിയിൽ ഔട്ടായെങ്കിലും ഫസ്റ്റ് കളിയിൽ അവൻ 100 റണ്ണിൽ കൂടുതൽ അടിച്ചു, തോരുതരാതെ അടിച്ചു. പിന്നെ പെരിന്തൽമണ്ണ ഒരു പയ്യനുണ്ടല്ലോ, വിഘ്നേഷ്. ഇവരൊക്കെ നമുക്കറിയാം. അല്ലെ ഞാൻ പറഞ്ഞ യേശുദാസിനെയൊക്കെ നമുക്കറിയാം. മമ്മൂട്ടി അറിയാത്ത ആരുമില്ലല്ലോ, മോഹൻലാലിനെ അറിയാത്ത ആരുമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവർക്കൊക്കെ എല്ലാ വിഷയത്തിനും A+ കിട്ടിയോ? മമ്മൂട്ടിക്ക് എല്ലാ വിഷയത്തിനും A+ ഉണ്ടായിരുന്ന മോനെ? അറിയില്ല. സാറിനറിയോ? മമ്മൂട്ടി അറിയില്ലേ? മമ്മൂട്ടി അറിയാം, എല്ലാ വിഷയത്തിനും A+ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോ ഒരാള് അറിയപ്പെടുന്നത് A+ലാണോ? ഒരാളിന്റെ മഹത്വം A+ലാണോ? അല്ല. അപ്പൊ നമ്മളെ മക്കൾ എല്ലാ വിഷയത്തിനും A+ വാങ്ങിയില്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഈ ബഹളം ഉണ്ടാക്കുന്നതെന്നാണ് എന്റെ ചോദ്യം. കുട്ടികളോട് പറയാം, മക്കളെ A+ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്കൂളിൽ അടുത്ത അഡ്മിഷൻ കിട്ടൂല. അതുകൊണ്ട് നമ്മൾ A+ വാങ്ങണം എന്ന് പറയുന്നു. അല്ലാതെ കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഭാഗത്തുള്ള തെറ്റുകളാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരാളിന് മാപ്പ് കൊടുക്കുന്നതിന് മുമ്പ് അവനവന് മാപ്പ് കൊടുക്കണം. യു ഫോർഗീവ് യുവർസെൽഫ്. അവനവനോട് പൊറുക്കണം, അല്ലാതെ മറ്റൊരാളിന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. നമ്മളെ ചതിച്ച ഒരു കൂട്ടുകാരന്, നമ്മളെ പറ്റിച്ചു പോയ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന്, നമ്മളെ ചീത്ത പറഞ്ഞ അധ്യാപകന്, തല്ലിയ അധ്യാപകന്, അല്ലെങ്കിൽ തല്ലിയ ശിഷ്യനൊക്കെ നമുക്ക് മാപ്പ് കൊടുക്കുന്നതിന് മുമ്പ് അവനവന് മാപ്പ് കൊടുക്കും. എന്തുകൊണ്ട് കുട്ടികൾ വഴിതെറ്റുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ നെഞ്ചിൽ അവരില്ല. അതുകൊണ്ടാ. കുട്ടികൾ നെഞ്ചിലുണ്ടെങ്കിൽ, ഇവിടെ ഉണ്ടെങ്കിൽ വഴിതെറ്റില്ല. മരിക്കാൻ കിടക്കുന്ന ഒരു കുഞ്ഞ്, 7 വയസ്സുകാരി അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുക. അമ്മയ്ക്കറിയാം മോള് മരിക്കും. അവളുടെ തലമുടിയിൽ ഇങ്ങനെ വിരലോടിച്ചുകൊണ്ട് അമ്മ അവളുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ ഉറ്റുനോക്കി അമ്മയുടെ കണ്ണിങ്ങനെ നിറയുക. അപ്പൊ അവള് ചോദിച്ചു, അമ്മ മരിച്ചു കഴിഞ്ഞാ ഞാൻ എവിടെയാ പോവുക? മരിക്കുമെന്ന് അറിയാമെങ്കിലും ഉമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല, വല്ലാണ്ടൊന്നും ഞെട്ടി. മറുപടി പറയാൻ പറ്റുന്നില്ല. രണ്ടാമത് വീണ്ടും ആ കുട്ടി ചോദിച്ചു, ഉമ്മ മകളുടെ വായ ഇങ്ങനെ പൊത്തി. മോളെ, നീ കുട്ടിയായിരുന്നപ്പോ നിന്റെ ഉപ്പ പുറത്തേക്ക് പോയി വരാൻ വൈകിയപ്പോ നീ ഉമ്മറപ്പടിയിൽ കാത്തിരുന്ന് ഉറങ്ങിപ്പോയിട്ടില്ലേ? അവള് തലയാട്ടി. ഉപ്പ നിനക്ക് ആദ്യം വാങ്ങിക്കൊണ്ടുവന്ന സൈക്കിള് ചവിട്ടി നീ അതിന്റെ മുകളിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടില്ലേ? അപ്പോഴും അവള് തലയാട്ടി. ഞാൻ ആഹാരം നിനക്ക് വാരി വായിൽ വെച്ച് തരുമ്പോ അത് കഴിച്ചുകൊണ്ട് നീ ഉറങ്ങിപ്പോയിട്ടില്ലേ? അപ്പോഴും തലയാട്ടി. സ്റ്റഡി ടേബിളിൽ ഇരുന്നപ്പോ അവിടെ ഇരുന്ന് നീ ഉറങ്ങിപ്പോയിട്ടില്ലേ? അപ്പോഴും കുട്ടി തലയാട്ടി. പക്ഷെ മോളെ, നീ ഉണർന്നപ്പോഴൊക്കെ എവിടെയായിരുന്നു? നിന്റെ ഉപ്പയുടെ നെഞ്ചത്താ, അല്ലെ നിന്റെ ഉമ്മയുടെ നെഞ്ചത്താ. അതുകൊണ്ട് നീ ഒരിടവും പോകുന്നില്ല, ഇവിടെ ഉണ്ടാവും. ഉമ്മയുടെ അല്ലെങ്കിൽ ഉപ്പയുടെ നെഞ്ചത്തുണ്ടാവും, ഒരിടവും പോകുന്നില്ല. ഇങ്ങനെ നെഞ്ചുകൊണ്ട്, ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ പറ്റിയാൽ ഒരു കുട്ടിയും
ഇത് അങ്ങനെയല്ല. രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ഉടനെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നെഗറ്റീവാണ്, നെഗറ്റീവ് ഫീലാണ് കൊടുക്കുക. കുട്ടികൾ ചോദിക്കും, മാ എന്റെ യൂണിഫോം അവിടെ, ഞാൻ തിന്നു. അതുകൊണ്ട് ഉമ്മമാര് തിരിച്ചെന്തിനെന്നറിയാമോ? പറയാറുണ്ട് വീട്ടിൽ അത് തന്നെ. അപ്പൊ രാവിലെ കുഞ്ഞിന് നെഗറ്റീവ് ഫീല് കൊടുക്കുകയാണ്. അല്ല, പോസിറ്റീവ് എനർജി ഉണ്ടാകണം കുട്ടിക്ക്, പോസിറ്റീവ് എനർജി ഉണ്ടാകണം. ഇവിടെ ഇപ്പൊ ഈ കസേരയൊക്കെ ഇവിടെ പിടിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ കസേരയൊക്കെ പിടിച്ചാൽ ഇവിടെ ഏറ്റവും കുഞ്ഞ് ആ ഇരിക്കുന്ന കുട്ടിയോടാണ് പറഞ്ഞെങ്കിൽ, അവിടെ ഒരു കൊച്ചു കുട്ടി ഇരിപ്പുണ്ടല്ലോ, ഈ കുട്ടിയോടാണ് പറഞ്ഞെങ്കിൽ, ഈ ബോയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയോടാണ് പറഞ്ഞെങ്കിൽ, ഈ 2-3 കുട്ടികളും കൂടെ ചെന്ന് കസേരയൊക്കെ എടുത്തോണ്ട് അവിടെ ഒരു മോളിരിപ്പുണ്ട്, ഇവരോടൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇവർ ഈ കസേര എടുത്തോണ്ടിടും. പക്ഷെ അവിടെ ഇരിക്കുന്ന +2കാരനോട് അവര് കസേരയൊക്കെ എടുത്തോണ്ടിട്ടിട്ട് എന്ത് ചെയ്യും? അവരെല്ലാം എടുത്തോണ്ടിട്ട് കഴിഞ്ഞാൽ അവര് ചോദ്യം ചോദിക്കും, അങ്കിളെ ഇനി കസേര ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ +2കാരനോടോ +1കാരനോടൊക്കെ പറഞ്ഞാൽ അവനിതൊക്കെ എടുത്തോണ്ട് ഇടും. പക്ഷെ അവര് പരസ്പരം ചോദിക്കും, എന്ത് ഈ ചേട്ടന്മാർക്ക് കയ്യും കാലും ഒന്നും ഇല്ലേ? അല്ലേ? ഒരു നിഷേധ സ്വഭാവം ഉണ്ടാവും. മാഡം, കൗമാരക്കാർക്കൊരു നിഷേധ സ്വഭാവം ഉണ്ടാകും. അത് ബോഡിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നതാണോ നമ്മൾ തിരിച്ചറിയണം. ഹോർമോൺ ചേഞ്ചസിന്റെ കാലമാണ്, അവരുടെ ഹോർമോൺ മാറുന്നു, നിഷേധം ഉണ്ടാകും. അവർക്ക് മീശ മുളയ്ക്കുന്ന സമയം മാത്രമല്ല, ശരീരത്തിലെ രോമവളർച്ച ഉണ്ടാകുന്ന സമയം മാത്രമല്ല, ശബ്ദം മാറുന്ന സമയം മാത്രമല്ല, അവരുടെ ശരീരത്തിനും മനസ്സിനും വല്ലാണ്ട് ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ്. ആ സമയത്ത് അവർ സ്വയം വ്യക്തിയാകാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അനുസരിക്കുകയല്ല അവർ ചെയ്യാം. ഞാനൊരു വ്യക്തിയാണ് എന്നുള്ള തോന്നൽ വരികയും ഞാൻ ഇതൊക്കെ പരീക്ഷിച്ചാൽ എന്താ കുഴപ്പമെന്ന് അവന് തോന്നുകയും ചെയ്യും. എന്നെന്തിനാ തടയുന്നത്? ഞാൻ വലുതായില്ലേ, ഞാനിതൊക്കെ ഉപയോഗിച്ചപ്പോ എന്താ കുഴപ്പം? അങ്ങനെ പൊതുവിൽ ഇവിടെ പൊതുസമൂഹത്തിലുള്ളതിനെ നിഷേധിക്കും. കാരണം അവന് വേണ്ടതും ഈ പറഞ്ഞ ഹാപ്പിനെസ് ആണ്. നിങ്ങൾക്കൊക്കെ ഹാപ്പിനെസ്സാ വേണ്ടത്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ കാണിച്ചത്, ഞാൻ എവിടെ പോകുമ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങൾ തമ്മിലൊരു മത്സരമാണ്. ഞാൻ 1 എന്ന് പറയുമ്പോ നിങ്ങൾ 2 വട്ടം കൈയടിക്കാം. 2 എന്ന് പറഞ്ഞാൽ 3 വട്ടം കൈയടിക്കാം. 3 എന്ന് പറഞ്ഞാൽ കൈ അടിക്കണം. സിമ്പിളാണ്. നിങ്ങൾ ജയിച്ചാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഏകദേശം ഈ 150-200 പേർക്ക് എന്റെ വകയായിട്ടെന്ന് കോഴി ബിരിയാണി. റെഡിയല്ലേ? മണി 5:15. 7 മണിക്ക് ഇവിടെ കോഴി ബിരിയാണി വരും. നിങ്ങൾ വീട്ടിൽ പോയി മഗ്രിബൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ റെഡിയല്ലേ? സിമ്പിളാ. 1-ന് 2 വട്ടം, 2-ന് 3 വട്ടം, 3-ന് കൈ അടിക്കണ്ട. ഇത്രയും സിമ്പിളായൊരു കാര്യത്തിനാണ് ഞാൻ ഈ കോഴി ബിരിയാണി പറഞ്ഞത്. സാറ് ഹാപ്പി അല്ലേ? മത്സരമാകുമ്പോൾ ഒരു നിബന്ധനയുണ്ട്, അതും കൂടി പറയാം. ഈ നിബന്ധനയില്ലാത്ത മത്സരം എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ ചിൽഡ്രന്റെ, സവിശേഷ ബുദ്ധിയുള്ള കുട്ടികളുടെയാണ്. നമ്മളവരെ ഭിന്നശേഷിക്കാരെന്നൊന്നും പറയരുത്. സവിശേഷ ബുദ്ധിയുള്ള കുട്ടികൾ, അവരൊക്കെ നല്ല സവിശേഷ ബുദ്ധിയുള്ളവരാണ്. അത്തരം കുട്ടികളുടെ മത്സരത്തിന് നിബന്ധനയൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ, ഡൽഹിയിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ അവരിങ്ങനെ നിർത്തിയിരിക്കുക, ഓട്ട മത്സരം. അവിടെ ഉണ്ടായിരുന്ന മാഷ് പറഞ്ഞു, മക്കളെ റെഡിയല്ലേ എന്ന് ചോദിച്ചു. അവർ കുറെ പേര് തലയായിട്ട് കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട് പറഞ്ഞു. മക്കളെ ഓടുന്നു പറഞ്ഞു. സ്റ്റാർട്ടൊന്നും പറഞ്ഞിട്ട് ചിലർ ഓടിയില്ല, ചിലർ ഓടി. സ്റ്റാർട്ട് പറഞ്ഞപ്പോ കുറച്ചുപേര് ഓടി. മക്കളെ ഓടുന്നു പറഞ്ഞു. അപ്പൊ കുറച്ചുപേര് അങ്ങോട്ട് ഓടി, കുറച്ചുപേര് ഇങ്ങോട്ട് ഓടി, കുറച്ചുപേര് നേരെ ഓടി. ഓടിക്കൊണ്ടിരുന്നപ്പോ കുറെ കുട്ടികൾ മുമ്പ് ഓടി, ഇടയ്ക്കൊരു കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു, ബാക്കിൽ കുറെ കുട്ടികൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇടയ്ക്ക് ഓടിക്കൊണ്ടിരുന്ന കുട്ടി എന്ത് ചെയ്തു? കാല് തെറ്റി അവിടെ വീണു. വീണിടത്തിടുന്ന കുട്ടി അയ്യോ പത്തോന്ന് വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പൊ ഈ മുമ്പിൽ ഓടിക്കൊണ്ടിരുന്ന കുട്ടികളൊക്കെ തിരിച്ചു വന്നു. ബാക്കിൽ ഓടിക്കൊണ്ടിരുന്ന കുട്ടികൾ അവളെ അടുത്തെത്തി. അങ്ങോട്ട് പോയ കുട്ടികളും കരച്ചിൽ കേട്ട് ഇവിടെ വന്നു, ഇങ്ങോട്ട് പോയ കുട്ടികളും കരച്ചിൽ കേട്ട് വന്നു. എല്ലാവരും അവളെ വട്ടം കൂടി നിന്നിട്ട് അവളെ പിടിച്ചങ്ങോട്ട് എഴുന്നേൽപ്പിച്ചു. എന്തിനാടി കരയുന്നൊക്കെ ചോദിച്ചിട്ട് ആശ്വസിപ്പിച്ചു, തടവി കൊടുത്തിട്ട്. എന്നിട്ട് കുട്ടികൾ പറഞ്ഞ് കരയാതെ നീ ഓട് ഓട് ഓടുന്നു. അവൾ ആദ്യമൊക്കെ കരഞ്ഞോണ്ട് പിന്നെ കരച്ചിലൊക്കെ മാറ്റിയിട്ട് അവൾ ഓടി. ബാക്കിയുള്ള കുട്ടികൾ അവളുടെ പിന്നാലെ ഓടി. ഒന്നാമതെത്തിയത് വീണുപോയ കുട്ടിയാണ്. അപ്പോ വീണിടത്തു നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് ഒന്നാമതെത്തിക്കാൻ പറ്റുമോ? അതാണ് ചോദ്യം. നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരൻ എവിടെയെങ്കിലും വീണുപോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഒന്നാമതെത്തിക്കാം. അതിന് നമുക്ക് കഴിയണം.
അതിനാ നമ്മൾ ഇന്ന് ഈ പരിപാടി വെച്ചത്. വീണുപോയവരുണ്ടാവും, പക്ഷെ അവരെ നിങ്ങൾ പിടിച്ച് ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് പൂട്ടിയിട്ടാൽ, പോലീസിനെ കൊണ്ട് എക്സൈസിനെ കൊണ്ട് പിടിപ്പിച്ച് ജയിലിൽ കൊണ്ടിട്ടാൽ രക്ഷപ്പെടൂ? ഇല്ല. പതിവായി ഇങ്ങനെ സെമിനാരിയിൽ നിന്ന് ചാടിപ്പോയ ഒരു ശിഷ്യനുണ്ടായിരുന്നു. രാത്രി ഒരു 10-11 മണിയാവുമ്പോൾ ചങ്ങാതി മതിലിൽ കല്ല് ചാരി വെച്ചിട്ട് അതിന്റെ മുകളിൽ ചവിട്ടി ചാടിപ്പോവും. കാമുകിയുടെ അടുത്ത് പോണതാ. ഗുരു കണ്ടു, ഒന്നും പറഞ്ഞില്ല. ഇവൻ തിരിച്ചു വന്ന സമയം നോക്കി, 3 മണിയാണ്. പിറ്റേ ദിവസം പതിപോലെ 11 മണിക്ക് ചാടിപ്പോയി. അന്ന് ഗുരു എന്ത് ചെയ്തു? തിരിച്ചു വരാൻ 3 മണി സമയപ്പോ അവിടെ ഇരുന്ന് കല്ലങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് അവിടെ കുനിഞ്ഞു നിന്നു. ഇവൻ മതിൽ കയറിയിട്ട് ചവിട്ടി ഇറങ്ങിയത് ഗുരുവിന്റെ പുറത്താണ്. ഗുരു പറഞ്ഞു, മോനെ മഞ്ഞു കൊള്ളാതെ പോയി കിടക്ക്. ഇനിപ്പറ അവനെങ്ങനെ വഴുതും? വഴുതിപ്പോയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ ബലപ്രയോഗമല്ല, സ്നേഹമേ പറ്റുള്ളൂ, ശാന്തതയെ പറ്റുള്ളൂ, സംയമനമേ പറ്റുള്ളൂ. ADHD ഉള്ള കുട്ടികളുണ്ട്, അറിയോ? ലഹരിയിലേക്കൊക്കെ പോകാൻ സാധ്യതയുള്ള കുട്ടികൾ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ലക്ഷണം പറഞ്ഞുതരാം. കസേര ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കും, പക്ഷെ ഇരുന്ന ഉടനെ ഇങ്ങനെ ഇരുന്ന് ആടും. ഉണ്ടായിരിക്കടാ, മിണ്ടാതിരിക്കും, പക്ഷെ നേരെ ഇരിക്കടാ, ഇങ്ങനെ നിന്റെ അടുത്ത് കാണാൻ മിണ്ടാതിരിക്കും. സ്റ്റാൻഡപ്പ് അധ്യാപകർ എഴുന്നേറ്റിട്ട് അപ്പൊ മുമ്പ് ഇരിക്കുന്നവന്റെ കോളറെ പിടിച്ച് വലിക്കും. നിന്റെ അടുത്ത് കൈ, അപ്പൊ ബാക്കിൽ കൂടെ മറ്റവനെ കൈയിട്ട് ഇങ്ങനെ ഞോണ്ടും. നീ അങ്ങോട്ട് അവിടെ നിൽക്കും. അവിടെ നിൽക്കുമ്പോ അവൻ അധ്യാപകന്റെ അടുത്താണ് നിൽക്കുന്നത്. പുറത്ത് പൂച്ചറിഞ്ഞ് അവൻ അങ്ങോട്ട് നോക്കും, ഇവിടെ ശ്രദ്ധിക്കാൻ. അപ്പൊ അവൻ ഡെസ്കിൽ കൂടെ വല്ല ഉറുമ്പുവെല്ലാം പോയാൽ അവൻ അതിനെ നോക്കും. ഇങ്ങനെ ആകപ്പാടെ അറ്റൻഷൻ താളം തെറ്റിക്കിടക്കുന്ന ചില കുട്ടികളുണ്ട്. അവരെയാണ് നമ്മൾ ADHD ഉള്ള കുട്ടികളെന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ നമ്മൾ പ്രത്യേക രീതിയിൽ പരിഗണിക്കണം. അവരോട് നമ്മൾ ദേഷ്യം. അങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് ഡോക്ടറെ കാണാൻ വരിക. ഒരു മനുഷ്യൻ, അച്ഛൻ ഡോക്ടറെ കാണാൻ വരും. 2 പേര് സൈക്കാട്രിസ്റ്റ് ആയിരിക്കാൻ പറഞ്ഞിരുന്നു. ഇരുന്നപാടെ യവനിങ്ങനെയൊക്കെ നോക്കിയപ്പോ ഡോക്ടറുടെ മേശപ്പുറത്തെ, അവൻ അടങ്ങൂലല്ലോ, വിരുവിരിപ്പല്ലേ, ഡോക്ടറുടെ മേശപ്പുറത്തെ ഒരു പേപ്പർ വെയിറ്റ് ഇരിക്കുക, ഗ്ലാസ് ഉണ്ടാക്കി. അവൻ അതിനെടുത്ത് ഇങ്ങനെ കറക്കി. ഡോക്ടർ അവനെയും നോക്കി, പേപ്പർ വെയിറ്റ് നോക്കി, അച്ഛനെയും നോക്കി. പക്ഷെ അവനിതിങ്ങനെ കറക്കുകയാണ്. ആരൊന്നും മിണ്ടാത്തോണ്ട് അവൻ കുറച്ചുകൂടെ ഒന്ന് കറക്കി. ആ സാധനം നിലത്ത് വീണ് പൊട്ടി. ഡോക്ടർ പൊട്ടിയത് നോക്കി, അച്ഛനെയും നോക്കി, അവനെയും നോക്കി. ഒന്നും പറഞ്ഞില്ല, കുട്ടിയല്ലേ. പക്ഷെ അവനൊന്നും മൈൻഡ് ചെയ്തിട്ട് അവനടുത്ത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങോട്ട് വലിച്ചു കയറി ഒരു ബോട്ടുണ്ടാക്കി ഓട്ടി കളിക്കുക. ഡോക്ടറുടെ മേശപ്പുറത്ത് വെച്ച് ഓടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഡോക്ടർ അച്ഛനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായി നോട്ടം, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നോക്കുക. അവനതൊന്നും മൈൻഡ് ചെയ്തില്ല. അവൻ അടുത്തെന്ത് ചെയ്തു? ആ ബോട്ടൊക്കെ അവിടെ ഇട്ടിട്ട് അവൻ അവിടെ ഡോക്ടറുടെ മേശപ്പുറത്ത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്ലോബ് ഇരിക്കുക. ആ സാധനം ഇങ്ങനെ പൊക്കിയെടുത്തു. ഡോക്ടർ പറയും മുമ്പ് തന്നെ, ഡാ എന്ന് വിളിക്കുന്ന മുമ്പ് തന്നെ അവന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് ചെതറിപ്പോയി. ഡോക്ടർ അപ്പ പറഞ്ഞു, കുട്ടി അടക്കി ഇരുത്താൻ പറഞ്ഞു. കുട്ടിയോടെ പിടിച്ചിരുത്താൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, സത്യശീല അടങ്ങും. എവിടെ? അവനുണ്ടോ അടങ്ങുന്നു. അവനടുത്ത് നേരെ അവിടുന്ന് എഴുതി അവിടെ ഇരിക്കാൻ. അവൻ നേരെ പോയി ഇതുപോലെ ജനൽ കർട്ടൻ ഇട്ടിട്ടുണ്ട്, അതിൽ അള്ളിപ്പിടിച്ച് കയറി കർട്ടന്റെ കമ്പിയൊക്കെ കൂടെ കൊണ്ട് അവൻ താഴെ വീഴും. ഡോക്ടർക്ക് ദേഷ്യം, നിങ്ങളോട് പറഞ്ഞില്ലേ കുട്ടി അവിടെ പിടിച്ചിരുത്താൻ? അപ്പോഴും അച്ഛൻ പറയാ, സത്യശീല അടങ്ങ്. എവിടെ? അവൻ അടങ്ങുന്നു. അവൻ ഓടി വരുന്നു. ഡോക്ടറുടെ മേശപ്പുറത്ത് നോക്കിയപ്പോ കപ്സറപ്പിരിക്കുന്നു. അത് അതിന്റെ അടപ്പുറന്ന് കുറച്ച് അവൻ കുടിച്ച് ബാക്കി അച്ഛന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു. ഇതുകൂടെ കണ്ടപ്പോ ഡോക്ടർക്ക് ദേഷ്യം സഹിച്ചില്ല. ഡോക്ടർ ചാടി വിളിച്ചോണ്ട് പോടോന്നു. സൈക്കാട്രിസ്റ്റാണ്, പക്ഷെ ദേഷ്യം നിയന്ത്രിക്കാം. വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ കുട്ടിയെ ഇവിടെ പിടിച്ചിരുത്താൻ പറയുമ്പം സത്യശീല അടങ്ങെന്ന് പറഞ്ഞോണ്ടിരിക്കുന്ന നിങ്ങൾ കുട്ടിയെ ഇവിടെ പിടിച്ചിരുത്തണ്ടേ? സാർ അങ്ങനെ പറയുന്നത് എന്ത് പറയുന്നല്ല, സത്യശീല അടങ്ങെന്ന് അതുകൊണ്ട് എന്താ കാര്യം? ഞാൻ എത്ര വട്ടം പറഞ്ഞു അവനെ പിടിച്ചിരുത്താൻ. അപ്പൊ നിങ്ങൾ സത്യശീല അടങ്ങെന്ന് പറയുന്നു. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സാർ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എന്ത് കാര്യം? സാർ സത്യശീലൻ ഞാനാ. ഞാനിത് എന്തിനു പറഞ്ഞു എന്നറിയോ? ADHD ഉള്ള കുട്ടികളുടെ പാരന്റ്സ് സ്വയം അടങ്ങണം. 17-18 വയസ്സ് വരെ അവരൊരു പക്ഷെ വീടൊക്കെ അടിച്ച് പൊളിക്കും. വീടിന്റെ അകത്തിന്റെ ബോളൊക്കെ അടിച്ച് തകർക്കും. അപ്പോഴും നമ്മൾ ദേഷ്യം ഇങ്ങനെ നിയന്ത്രിക്കണം. കാരണം തലച്ചോറിന്റെ ഇംബാലൻസ് ആണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ ഉണ്ട്. ഈ ബ്രെയിനിന്റെ ഇംബാലൻസ് ആണ് അവർക്ക് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് ചികിത്സിച്ച് തന്നെ മാറ്റണം. അതിന് ചികിത്സയുണ്ട്. നല്ല സൈക്കാട്രിസ്റ്റിനെ കാണുക, മെഡിസിൻ ഉണ്ട്, അതുപോലെ എക്സസൈസ് ഉണ്ട്. ഈ കാര്യങ്ങൾ ചെയ്യിക്കണം, എങ്കിലേ കുട്ടിയെ മാറ്റാൻ പറ്റൂ. ഇനി ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പം ഞാൻ പറഞ്ഞുതരാം.
ഇത്തരം കുട്ടികൾ ADHD, ODD, ഓപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ, എല്ലാറ്റിനും നെഗറ്റീവ് പറയുക. ഇത്തരം കുട്ടികൾ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുട്ടിക്കാലത്ത് കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ മൊബൈൽ ഫോൺ വെച്ച് കൊടുക്കുമ്പോൾ ആ മൊബൈൽ ഫോൺ, അതായത് 1 വയസ്സാകുമ്പോൾ 6 മാസം ആകുമ്പോൾ കുട്ടിക്ക് ഈ വെളിച്ചത്തോട് അതിന്റെ ആ ചലനത്തോടൊക്കെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടാവും. അപ്പൊ ഉമ്മ എന്ത് ചെയ്യുന്നു? ഒരു ഫോൺ ഇങ്ങനെ നോക്കൊണ്ട് മറ്റേ ഫോൺ കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. കുട്ടി അത് കുത്തി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഉമ്മ ചോറൊക്കെ ഉരുട്ടി കുട്ടിയുടെ മൂക്കിന്റെ അകത്ത് കുത്തി കയറ്റി കൊടുക്കും. ഉമ്മ കാരണം ഫോണാ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെ? നോക്കിക്കൊണ്ട് ആ കുട്ടിക്ക് ഇങ്ങനെ ആഹാരം കൊടുക്കുന്നു. അവിടെ നമ്മൾ ചെയ്യുന്ന ദ്രോഹം ഉണ്ടറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കോളേജിൽ പോയപ്പോ യുവാക്കള് ആണല്ലോ കോളേജില്, ഡിഗ്രി ഫൈനൽ ഇയർ ആരാ, ഇവരൊക്കെ എങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മക്കളെ ഇപ്പൊ നമ്മുടെ വേൾഡ് ചെസ് ചാമ്പ്യനായ ഒരു പയ്യനുണ്ടല്ലോ, എന്താ അവന്റെ പേര്? നമ്മുടെ സാറേ 1 മിനിറ്റ് ഇപ്പൊ പറയാമോ? ഞാൻ പറഞ്ഞു സാറേ അവിടെ ഇരിക്കുന്നു, തലയിൽ ഇരിക്കുന്നു, കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു പറ, ആലോചിക്കും. സാറേ ഒരു ലാസ്റ്റ്. ഞാൻ പറഞ്ഞു അത് തന്നെ പറഞ്ഞു. സാർ കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു പറ സാർ കിട്ടുന്നില്ല. ആരെങ്കിലും പറയാമോ? ആരെങ്കിലും? ഗുഗേഷ് കേട്ടിട്ടില്ലേ? ഗുഗേഷ്. ഞാൻ പറഞ്ഞ മക്കൾ എന്താ കുഴപ്പമെന്നറിയാമോ? ഇതാണ് ബ്രെയിൻ ഫോഗ്. നിങ്ങൾ റീല് കാണുമ്പോ, ഷോർട്സ് കാണുമ്പോ നമ്മൾ അറിയാതെ നമുക്കുണ്ടായി പോകുന്ന ഒരു മാനസിക തകരാറാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിന് അതങ്ങോട്ടെ പിടിക്കുന്നില്ല. അവിടെ കൂടെ ആകെ കൂടെ ഇങ്ങനെ പുകഞ്ഞ് ഒരുമാതിരി മഞ്ഞു പോലെയൊക്കെ ആയി പോകുന്ന അതിനെ, ആ സംഭവത്തിനാണ് നമ്മൾ ബ്രെയിൻ ഫോഗ് എന്ന്. അതുകൊണ്ട് ഷോർട്സ് ഒക്കെ ഇങ്ങനെ തള്ളി 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 കണ്ടുകൊണ്ടിരിക്കുന്നു. കുട്ടിക്ക് അത് കാണിച്ചു കൊടുക്കുന്ന ഉപ്പമാരറിയണം, ഇത് കുട്ടിയുടെ മെമ്മറി ലോസ് ആക്കും വല്ലാണ്ട്. പിന്നെ ഫ്രീ ഫയർ, പബ്ജി പോലത്തെ ഗെയിമൊക്കെ മക്കളെ നമ്മൾ കളിക്കുമ്പോൾ, എനിക്കറിയാം നിങ്ങൾ കളിക്കുന്നു, കാരണം എന്റെ മകൻ അത് കളിക്കാൻ ഭയങ്കര താല്പര്യമുള്ളതാ. കുറച്ചേ കൊടുക്കുള്ളൂ, ഒരുപാട് കളിക്കാൻ സമ്മതിക്കില്ല ഞാൻ. അങ്ങനെ കളിക്കുമ്പോൾ നമുക്കുള്ളൊരു കുഴപ്പം, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകും. അതിന്റെ അളവൊന്ന് കൂടും. അപ്പൊ നമുക്കത് വീണ്ടും 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 വേണമെന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുട്ടികളും നാളെ എന്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്? മയക്കുമരുന്നിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ ഗെയിം കളിക്കുന്നത് കൊണ്ടുള്ള തൃപ്തി അവർക്ക് പോരാ, അപ്പൊ കൂടുതൽ വേണമെന്ന് തോന്നും. അതാ ഞാനൊക്കെ പറഞ്ഞപ്പോൾ മത്സരം വിട്ടുപോയി. റെഡിയല്ലേ? നിബന്ധന ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ഏകദേശം 200 പേര്, ഞാൻ ഒറ്റ. നിങ്ങൾ 200 പേരും കൂടെ എന്നെ തോൽപ്പിക്കുന്നു. 200 × 100 20,000 രൂപയുടെ ബിരിയാണിയാ. 200 പേരും കൂടെ എന്നെ തോൽപ്പിക്കുന്നു. ഞാൻ തോൽപ്പിക്കുന്നത് നിങ്ങൾ 200 പേരെയും ആയതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തോറ്റാൽ എല്ലാവരും തോക്കും. അതാണ് നിബന്ധന. സിമ്പിളല്ലേ? 1-ന് 2-ന് 3 വട്ടം. സിമ്പിൾ അല്ലേ? പിന്നെ എന്തിനാ തോക്കുന്നത്? 199 പേർക്ക് വേണ്ടി ഓരോരുത്തരും ജയിച്ചാൽ പ്രശ്നം തീർന്നു. റെഡിയല്ലേ? നോക്കാം, ശ്രദ്ധിക്കണേ. അപ്പോ 1 എന്ന് പറഞ്ഞാൽ 2, 2 എന്ന് പറഞ്ഞാൽ 3, 3-ന് കൈ അടിക്കണ്ട. റെഡി? റെഡി? അപ്പൊ ഒന്നുകൂടെ പറയാം. 1:2, 2:3, 3:0. റെഡി? സ്റ്റാർട്ട്. 1. ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞിട്ടും വലിയ കയ്യടി നല്ലതായിട്ട് കേൾക്കട്ടെ. റെഡി? സ്റ്റാർട്ട്. 1. അപ്പൊ ഉഷാറായി. ഓക്കെ, റെഡി? സ്റ്റാർട്ട്. 1, 1, 2, 2, 1, 1, 3. എന്തൊക്കെയായിരുന്നു? അതൊക്കെ ഇവിടെ നമ്മള് പരാജയപ്പെട്ടിട്ട് നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? തോറ്റിട്ട് നമ്മൾ ചിരിക്കുന്നു, പക്ഷെ മക്കള് തോറ്റാൽ നമ്മൾ ചിരിക്കൂല. നമ്മൾ തോറ്റാൽ നമുക്ക് ചിരിയൊക്കെ വരും, മക്കള് തോറ്റാൽ ചിരിക്കൂല. അത് ഇവിടുത്തെ ന്യായം എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞത്, വീണു പോയിടത്തുനിന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കേണ്ട ഉപ്പമാരാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ അവനോട് സംസാരിച്ചിട്ട് അവന്റെ സമ്മതത്തോടു കൂടി മാത്രം നിങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകും.
അത് ഉമ്മയുപ്പയും സംസാരിക്കണമെന്നില്ല. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് വേണമെങ്കിൽ അവനോട് സംസാരിക്കാം. നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട്, നിങ്ങളുടെ ഒരു നോട്ടം കൊണ്ട്, നിങ്ങൾ കൊടുക്കുന്ന ഒരു ആഹാരം കൊണ്ട്, ഒരു രുചി, ഒരു നോട്ടം, ഒരു വാക്കുകൊണ്ട് ഒരാളെ ചിലപ്പോൾ മാറ്റാൻ പറ്റും. അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ രാജ്യം പിടിച്ചടക്കി ഇങ്ങനെ പോകുന്ന സമയത്ത് ഗ്രീക്കിലെത്തുന്നു. ഗ്രീക്കിലെത്തിയ അലക്സാണ്ടർ ചക്രവർത്തി അവിടെ ഒരു മനുഷ്യനുണ്ടെന്നറിഞ്ഞ് അദ്ദേഹം ശ്മശാനത്തിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ ചെന്നു. ശ്മശാനത്തിരിക്കുന്ന മനുഷ്യൻ അവിടെ ഈ അസ്ഥികൂടങ്ങൾ പറക്കിയിട്ടുകൊണ്ടിരിക്കുക. അലക്സാണ്ടർ ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. അതെ, ഈ ശ്മശാനത്തിലെ അടിമകളുടെ അസ്ഥികൂടങ്ങളാണ് കിടക്കുന്നത്, ഞാനത് പറക്കി കൂട്ടിക്കൊണ്ടിരിക്കുക. എന്തിന്? അതാ ഞാൻ ഇപ്പൊ ചെയ്യുന്നതേ. ഇതിന്റെ കൂട്ടത്തിൽ മഹാരാജാവ്, നിങ്ങളുടെ അച്ഛൻ ഫിലിപ്പിന്റെ അസ്ഥി ഉണ്ടോ എന്ന് ഞാൻ നോക്കുക. ഇതാണ് പറഞ്ഞത്. തന്റെ അപ്പന്റെ അസ്ഥി ഇതിലുണ്ടോ എന്ന് ഞാൻ നോക്കുകയാണ്. അയാൾ അടിമയാണോ എന്ന് ഞാൻ നോക്കുകയാണ്. അതാർത്ഥം പറയാനുള്ളത്. ഡയോജനിസ് മുഖത്ത് നോക്കിയല്ല പറഞ്ഞത്, ഇത് ചെയ്തുകൊണ്ടിരിക്കുക പറഞ്ഞത്, മുഖത്ത് നോക്കിയില്ല. ഡയോജനിസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. ഡയോജനിസ്, നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ഏത് രാജ്യത്ത് ഏത് വസ്ത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് പറയൂ. നോക്കിയില്ല അയാൾ. നിങ്ങൾക്ക് വീടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ ഏത് രാജ്യത്തെ ഏത് ഹർമ്മ്യമാണ് നിങ്ങൾക്ക് വേണ്ടത് പറയൂ. നിവർന്നു നോക്കിയില്ല. ഒടുവിൽ അലക്സാണ്ടർ അയാളുടെ മുമ്പിൽ മുട്ടുകുത്തി യാചിച്ചു, കെഞ്ചി, അപേക്ഷിച്ചു, എന്തെങ്കിലും ഒന്ന് പറയൂ. നിലത്തിരുന്ന് യാചിച്ചു, എന്തെങ്കിലും ഒന്ന് പറയൂ. അപ്പോഴാ ഡയോജനിസ് അലക്സാണ്ടറുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുക, എന്റെ സൂര്യനെ മറയ്ക്കാതിരിക്കുക. അത് കേട്ടിട്ട് അലക്സാണ്ടർ ചാടി എഴുന്നേറ്റുന്ന, അത് കേട്ടിട്ട് അലക്സാണ്ടർ എന്ത് ചെയ്തു? തന്റെ കുതിരപ്പുറത്തേക്ക് ചാടിക്കേറി കൊട്ടാരത്തിലേക്ക് ഓടിച്ചു പോയി. അയാൾ അന്ന് രാത്രി ഉറങ്ങിയില്ല. പിറ്റേ ദിവസം സർവ്വസൈന്യാധിപൻ മുഖം കാണിച്ചിട്ട് പറഞ്ഞു, പ്രഭോ, ഇന്ന് സൈന്യം എവിടേക്കാണ് പോകേണ്ടത്? യുദ്ധം നാം അവസാനിപ്പിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന്റെ, ഡയോജനിസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകന്റെ ഒരു വാക്കിന് യുദ്ധക്കൊതിയനായ, സാമ്രാജ്യക്കൊതിയനായ ഒരാളെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ചുറ്റും ഇങ്ങനെ യുദ്ധത്തിന്റെ ചിറകടിയൊക്കെ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. ഏത് സമയത്തും ഒരു യുദ്ധം ഉണ്ടാകാമെന്ന് ഏതോ സിനിമയിൽ പറയും പോലെ ഏത് സമയത്തും ഒരു യുദ്ധം ഉണ്ടാകാം. അങ്ങനെയാണ് ഇപ്പം നമ്മൾ, ഏത് സമയത്തും ഒരു യുദ്ധം ഉണ്ടാകാം. അപ്പോ സാമ്രാജ്യ കൊതിയെ ഇല്ലാതാക്കാൻ അലക്സാണ്ടർക്ക് ഡയോജനിസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മുമ്പിലിരിക്കുന്ന ഈ നാട്ടിലുള്ള ഓരോ വ്യക്തിക്കും കഴിയും നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളെ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട് മാറ്റാൻ. നിങ്ങളുടെ ഒരു വാക്ക് മതി. ആ വാക്ക് ഏതാണ്? അയാൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു വാക്ക്. വൈകുന്നേരം ഡൈനിങ് ടേബിളിൽ നിങ്ങൾ കുട്ടികളുമൊത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് പറ്റിയ വാക്കുകൾ നമ്മൾ പറയണം. നമുക്കിഷ്ടമുള്ള വാക്കുകളല്ല, അവർക്കിഷ്ടമുള്ള വാക്കുകൾ. നമ്മൾ എന്ത് ചെയ്താലാണ് അവർക്കിഷ്ടപ്പെടുക എന്ന് നിങ്ങൾ ആലോചിക്കണം. ആ ജോലിയിൽ അവരെ കൂടെ എന്ത് ചെയ്യുക? ഉൾക്കൊള്ളിക്കുക. ഇങ്ങനെയാ കുട്ടികളുമായിട്ട് ആത്മബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ. അവർക്ക് പറ്റുന്ന ജോലി, അവർക്കിഷ്ടമുള്ള ജോലി, അതിൽ നമ്മളും കൂടി അവരെ കൂടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം? അങ്ങനെ നമുക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റണം. അല്ലാതെ ഒറ്റമൂല്യം ഈ സാധനത്തിനില്ല, മയക്കുമരുന്നില്ല. അങ്ങനെ നമ്മൾ ധരിക്കരുത്. അങ്ങനെ ഒരു ഒറ്റമൂല്യം ഒരിടവും ലഭ്യമല്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാനൊരു ഡി അഡിക്ഷൻ സെന്ററിൽ പോകുന്ന ആളാണ്, കൗൺസിലിംഗ് നടത്തുന്ന ആളാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഒരു മരുന്നുകൊണ്ട് വേൾഡ് ലെവലിൽ എടുത്താൽ തന്നെ സ്വിറ്റ്സർലൻഡിലാ ഏറ്റവും മികച്ച രീതിയിൽ ഡി അഡിക്ഷൻ ട്രീറ്റ്മെന്റ് നടക്കുന്നത്. അവിടുത്തെ പെർസെന്റേജ് അറിയാം, 5 വർഷത്തെ കണക്ക് 20% രക്ഷപ്പെടുന്നത്. ബാക്കി 80 പേരും തിരിച്ചു വരും ഇതിലേക്ക്. കേരളത്തിൽ 5% പോലും ഇല്ല, അറിയോ? നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ഡി അഡിക്ഷൻ അതൊക്കെ പരസ്യ. പക്ഷെ നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു പോയ ഒരു കുട്ടിയുടെ, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചു പോയ ഒരു യുവാവിന്റെ, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചു പോയ ഒരു ഏതെങ്കിലും ഒരു മനുഷ്യന്റെ, പുരുഷനോ സ്ത്രീ ആയിക്കോട്ടെ, അവരുടെ കാര്യങ്ങൾ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ. എത്ര പേര് റിക്കവർ ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, സ്നേഹം കൊണ്ട് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹം ഒരു ഊർജമാണ്. അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല. പകരം രൂപമാറ്റം വരുത്താനേ പറ്റുള്ളൂ. എനർജി അങ്ങനെയാണല്ലോ, ഇല്ലാതാക്കാൻ പറ്റില്ല, മാറ്റം വരുത്താനേ കഴിയും. അതുകൊണ്ട് സ്നേഹം കൊണ്ട് മാത്രമേ
പെട്ടുപോയ ഒരാളിനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, അല്ലാതെ കഴിയില്ല. അപ്പോ ഞാൻ ഈ ബിരിയാണിയുടെ രണ്ടാമത് വീണ്ടും തരണേ. എല്ലാവരും ഒന്ന് റെഡിയായിരുന്നു എടാ മക്കളെ, എല്ലാവരും ഒന്ന് റെഡിയായിരുന്നു. ഇത്തവണയെങ്കിലും നിങ്ങൾക്ക് ബിരിയാണി കിട്ടണം. അതിനാ ഞാൻ പക്ഷെ മൊബൈലിൽ പിടിക്കുവേ. ഈ 1നും 2നും കൈയടിക്കാത്തവർക്ക് ഞാൻ ഈ സാധനം തരില്ല. റെഡിയല്ലേ? അപ്പൊ 1:2, 2:3, 3:0. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 1, 3. കാരണം രണ്ടാം വട്ടവും നമ്മൾ പരാജയപ്പെട്ടിട്ടും തിരിച്ചില്ലേ? അപ്പൊ നമുക്ക് വേണ്ടത് ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്, അല്ലെ? മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമ്മർദ്ദം മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ വീട്ടിൽ സമ്മർദ്ദം ഉണ്ടാക്കി കൊടുക്കരുത്. നമ്മളിൽ നിന്ന് കുട്ടികൾക്ക് ഒരിക്കലും സമ്മർദ്ദം ഉണ്ടാകരുത്. അത് പൊരുത്തം കൈയടിച്ചുകൊണ്ടാ, കാരണം അവന് വീട്ടിൽ സമ്മർദ്ദം ഉണ്ട്. ഞാൻ നിങ്ങളോട് തുടരു സിനിമ കണ്ടിട്ട് ആ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞില്ലേ, സംസാരിച്ചു എന്ന് പറഞ്ഞില്ലേ? ഞാൻ അവനോട് എല്ലാം ചോദിച്ചിട്ട് ചോദിച്ചു, ഇവിടെ മോനെ ഉപ്പ എപ്പോഴാടാ വരിക? അങ്ങളെ 7 മണിയാവും. 7 മണിയാവും? ആ, എന്താടാ? അല്ല പള്ളിയിലൊക്കെ പോയിട്ട് വരും, എന്നാലും 7 മണിക്ക് മുമ്പ് വരാലോ. അതല്ല അങ്ങളെ, അതിനൊരു കാരണമുണ്ട്. എന്ത് കാരണം? അതെ, ഞാൻ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകാതിരിക്കാനാ. എന്റെ കണ്ണ് നിറഞ്ഞത് പറഞ്ഞപ്പോ അറിയോ, അവന്റെ ആഗ്രഹം ഫുട്ബോൾ കളിക്കണമെന്നാ. എന്റെ അങ്ങളെ ഞാൻ ഉപ്പയോട് പറഞ്ഞിട്ടുണ്ട്, ഉപ്പ ഞാൻ രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 3:30, 4 മണി വരെ ഞാൻ ഇവിടെ ഇരുന്നോളാം, ഞാൻ വൈകുന്നേരം ഒന്ന് കളിക്കാൻ വിട്. പക്ഷെ അവൻ കളിക്കാൻ പാടില്ല അത്രേ. ഞാൻ അവനോട് വേറൊരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു. എടാ, നിന്റെ സ്കൂളിൽ ഇത്രയും കുട്ടികളൊക്കെ ഉപയോഗിക്കണം നീ പറഞ്ഞില്ലേ, നീ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല അങ്ങളെ, ഇതുവരെ ഇല്ല. അങ്ങനെ ഒരു വാക്ക് അവൻ എന്നോട് പറഞ്ഞു. ആ വാക്കില് അപകടമുണ്ട്. ഇതുവരെ ഇല്ല എന്ന് പറഞ്ഞാൽ ഇനി ഉണ്ടാവാം. ഉണ്ടാക്കുന്നതാരാ? ചിന്തിക്കണം, മറക്കരുത്. നമ്മുടെ മക്കളെ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുഴപ്പമുണ്ടാവും. മക്കളിൽ നല്ലതും ചീത്തയൊക്കെ ഉണ്ടാവും, അതാദ്യം മനസ്സിലാക്കാം. ഈ ഭൂടമ ജന്മി കാര്യസ്ഥനെടുത്തുകൊണ്ട് ഭൂമി കൊടുത്തു, നോക്കിക്കൊള്ളാൻ പറഞ്ഞു. അവൻ വൈകുന്നേരം വന്നിട്ട് പറഞ്ഞു, പ്രഭു അതെ ഈ ഭൂമിയില് കളയുണ്ട്. അപ്പൊ ജന്മി ചോദിച്ചു, എടാ കളയും വിളയുള്ള ഭൂമിയല്ലേ നിനക്ക് തന്നത്, നിന്നോട് അത് ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കളയും വിളയുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് കള 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 ഓരോന്നെടുക്കും, അത് കള, വേറൊന്നെടുക്കുമ്പോ അത് കള, ഇങ്ങനെ പറഞ്ഞുണ്ടായൊരു വാക്കാണ് ഈ കള. അറിയും? ഒരു കുട്ടി ഒരു ദിവസം എത്ര നിഷേധമാണ് കേൾക്കുന്നത് നമ്മളിൽ നിന്ന്. രാവിലെ എഴുന്നേക്കുന്നത് മുതൽ അവൻ എന്നോട് പറഞ്ഞ കാര്യമായിട്ടും അറിയോ, അങ്കിളെ എന്നോട് അവിടെ ഇരിക്കരുത്, അങ്ങോട്ട് മാറിയിരിക്കുക, അവിടെ പോകരുത്, ഇവിടെ ഇരിക്കരുത്, അത് ചെയ്യരുത്, അത് പറയരുത്, കുളിക്കടാ, ഓടടാ, ചാടടാ, ഇങ്ങനെയൊക്കെ പറയുന്ന എന്റെ ഉപ്പയമ്മയും നീ ഒന്ന് കളിക്കടാ എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അങ്കിളെ, അത് നീ ഒന്ന് കളിക്കടാ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു കുട്ടി, ഒരു 15 വയസ്സുകാരൻ, ഒരു 16 വയസ്സുകാരൻ ഒരു അറിവ് ഇങ്ങനെ പകർന്നു നൽകുകയാണ് ഏകദേശം ഈ സമയത്ത്. അപ്പൊ ഇങ്ങനെ കുട്ടികളോട് കള 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 എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. 2 കുട്ടികൾ ഗസ്റ്റ് വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, മൂത്തവൻ മിടുക്കനാ, അപ്പൊ ഇളയവനോ പോഴനാ, ഇതാ ഉറക്കം എണീറ്റില്ല, മൂട്ടിൽ വെയിലടിച്ചാലും എഴുന്നേക്കൂല. ഇനിയിപ്പോ ഇറങ്ങി എണീറ്റാലോ കോഴിയുടെ പട്ടിയുടെ പൂച്ചയുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഒരു കാര്യമില്ല, പോഴൻ ചെക്കൻ. വർഷങ്ങൾ കഴിഞ്ഞു. ഈ മിടുക്കനായ കുട്ടി ബീഹാർ കേഡറില് IAS. 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഉമ്മയെ വിളിക്കും, ഉമ്മ. ആ ഉമ്മ സുഖമല്ലേ? ആ സുഖമാണ്. അല്ല ഉമ്മയുടെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നത്? ഓ ഒന്നുമില്ലടാ. ഉമ്മയ്ക്ക് ജലദോഷം ഉണ്ടോ? ഇല്ലടാ. പനിയുണ്ടോ? ഇല്ല, ചെറിയൊരു. എന്താണ് ഉമ്മ? ഉമ്മ കഞ്ഞി കുടിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ കൃത്യമായിട്ട് കാര്യം പറഞ്ഞ് 8:05 ഫോൺ കട്ട് ചെയ്യും. കൃത്യനിഷ്ഠയാ.
എല്ലാ ദിവസവും. ഉമ്മ രാവിലെ ഉറക്കമെണീക്കുമ്പോ ഈ പോഴൻ ചെക്കൻ ഇങ്ങനെ നെറ്റിയിൽ കൈവച്ചുകൊണ്ടിരിക്കുക. ഉമ്മ പൊള്ളുന്നുണ്ടല്ലോ ഉമ്മ. ഞാൻ നേരത്തെ വന്നിങ്ങനെ നോക്കി, അപ്പോഴും ചൂടുണ്ട്. പിന്നെ ഉമ്മ ഉറങ്ങുന്നുണ്ട്, ഞാൻ വിളിക്കാത്തതാ. ഉമ്മ ഒരു കാര്യം ചെയ്യും, ഇതാ ഞാൻ ബ്രഷിൽ പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഒന്ന് ഇവിടെ ഇരുന്നുണ്ട്, ഞാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതാ ഇതിലേക്ക് ഇങ്ങോട്ട് തുപ്പിയാൽ മതി. എന്നിട്ട് കഞ്ഞി അനത്തി വെച്ചിട്ടുണ്ട്, ഉമ്മ അതൊന്ന് കുടിക്കേ. ഇതാ സാരി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ഡ്രസ് ചെയ്തിട്ട് ഉമ്മ ഒന്ന് വരുമോ, നമുക്ക് ആശുപത്രി പോവാ. പോടാ എനിക്ക്, ഉമ്മ വാ, ഞാൻ വണ്ടി കിട്ടുമെന്ന് നോക്കട്ടെ. പുറത്തിറങ്ങി കുറെ നേരം കാത്തുനിന്ന് തിരിച്ചു വന്നു. ഉമ്മ വണ്ടിയൊന്നും കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യോ, ഉമ്മ എന്റെ സൈക്കിളിന്റെ പുറക്കൊന്ന് കയറും, ഞാൻ ചവിട്ടൂല, ഉരുട്ടി കൊണ്ടുപോവാ. എടാ വേണ്ട, ഉമ്മ ഒന്ന് കയറി പിടിച്ചിരുന്നാ മതി. കൊണ്ടുപോയി ഡോക്ടറുടെ ഹാഫ് ഡോറിന്റെ പുറത്ത് കാത്തിരുന്നു. വിളിച്ചപ്പോ അകത്ത് കയറി ഡോക്ടർ പരിശോധിച്ചു, ബെഡ് കൊണ്ട് കിടത്താൻ പറഞ്ഞു. കൊണ്ട് കിടത്തിയിട്ട് തിരിച്ചു വന്നു. അതെ, ഉമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? AB നെഗറ്റീവ്. O പോസിറ്റീവ് ആണ് എന്റെ. ഓ, ബ്ലഡ് വേണമായിരുന്നു. AB നെഗറ്റീവ്. അല്ല, ഞാൻ പോയിട്ട് ആ പൊരി വെയിലത്ത് സൈക്കിൾ എടുത്ത് ചവിട്ടി നാട്ടിൽ പോയി. ഏതൊരു ചങ്ങാതിയെ പിടിച്ച് AB നെഗറ്റീവ് ഉള്ള ഒരു ചങ്ങാതിയെ പിടിച്ച് സൈക്കിളിന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് എന്ത് ചെയ്തു, ചവിട്ടി വേർത്തൊലിച്ച് കൊണ്ടുവന്ന് ബ്ലഡൊക്കെ എടുത്തു കൊടുത്ത് അവനെ തിരിച്ചു കൊണ്ടാക്കി. അമ്മയുടെ അസുഖമൊക്കെ മാറി. ഇതുപോലത്തെ പരിപാടിക്ക് കൂട്ടിക്കൊണ്ടുവരും. പെരുന്നാളിനോ ഓണത്തിനോ അമ്പലത്തിൽ ഉത്സവത്തിനോ പള്ളിയിൽ ആണ്ട് നിറച്ചിക്കൊക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ഇതുപോലൊരു കസേര പിടിച്ചു കൊടുത്തിട്ട് അമ്മ അവിടെ ഇരിക്കട്ടാ, ഞാൻ ബാക്കിലുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ മതി. ഇനി നിങ്ങൾ പറ, ആരാണീ പോഴൻ? നിങ്ങൾ വലിയ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിച്ച് ഇവിടുന്ന് കയറ്റി അയച്ച് കാനഡയിലും അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പോയി പഠിച്ച് അവിടെ ജോലി വാങ്ങിച്ചു കൂട്ടി അവസാനം നമ്മുടെ മയ്യത്തിന്റെ ഒരു വീഡിയോ ആവശ്യപ്പെടുന്ന കുട്ടിയാണോ നമുക്ക് വേണ്ടത്? അതോ നമ്മളോടൊപ്പം നിൽക്കുന്ന കുട്ടിയാണോ? അപ്പൊ ഒരാളും പോഴനല്ല എന്ന് തിരിച്ചറിയാം. ആരും പോഴനല്ല. മക്കൾക്കൊക്കെ നമ്മളോട് വലിയ സ്നേഹം. സംശയം ഉണ്ടാക്കുന്നുണ്ട്. എന്നെ പഠിപ്പിച്ചതൊരു പെൺകുട്ടിയാണ്. അവള് 1ാം ക്ലാസ്സിലും 2ലും 3ലും 4ലും 5ലും ഒക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ ജനലിൽ കമ്പിയിൽ പിടിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി ഇങ്ങനെ കരയുമായിരുന്നു. 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുമ്പോഴും +1, +2 പഠിക്കുമ്പോഴും അവൾ കരഞ്ഞു. എന്താ കരയെന്നറിയാമോ? അച്ഛൻ ഹയർ സെക്കൻഡറി അധ്യാപകൻ, അല്ല മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാ, അമ്മ ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. രണ്ടുപേർക്കും കൂടെ 2.5 ലക്ഷം രൂപ ശമ്പളം. എന്നിട്ടും ഒറ്റ മകൾ എന്തിനാ കരയുന്നത്? അച്ഛൻ മദ്യപിച്ചു വരുന്നു, അമ്മയുടെ തലമുടിക്ക് കുത്തിപ്പിടിക്കുന്നു, തറയിൽ വലിച്ചഴിക്കുന്നു, ചവിട്ടുന്നു, വസ്ത്രം വലിച്ചു കീറുന്നു. ഇതാണ് കുട്ടി കാണുന്നത്. ആദ്യമൊക്കെ അവൾ ഓടിച്ചെന്ന് അച്ഛനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ തൂക്കിയെറിഞ്ഞു, ഓടി അവിടെ നിന്ന്. പിന്നെ അവൾ ഈ വാതിൽ പഴുതിലൂടെ ഇങ്ങനെ നോക്കി നിന്നു, താക്കോൽ ദ്വാരത്തിലൂടെ നോക്കി നിന്നു. പക്ഷെ ഇതിനൊരു അവസാനം ഉണ്ടായി. എന്റെ നാട്ടിലെ എന്റെ സുഹൃത്തിനെ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, അണ്ണാ എന്തായിരുന്നു വിഷയം? ഹരി, ഞാൻ യാത്ര കഴിഞ്ഞ് വന്നു കിടന്ന് ഉറങ്ങുകയായിരുന്നു, നല്ല ക്ഷീണമുണ്ട്, ഞാനൊരു 9 മണിക്ക് തന്നെ ഉറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴും ആരോ വാതിൽ ഇങ്ങനെ മുട്ടുന്നത് കേട്ടു. ഞാൻ എഴുന്നേറ്റില്ല, ക്ഷീണമുള്ളതുകൊണ്ട്. വീണ്ടും മുട്ടി വിളിച്ച് ഞാൻ എഴുന്നേറ്റ് വാതിൽ തുറന്നപ്പോ എന്റെ മകളാണ്. ഞാൻ ചോദിച്ചു, എന്താടീന്ന് ചോദിച്ചു. അച്ഛാ, അപ്പുറത്തെ വീട്ടിൽ എന്തോ വിഷയമുണ്ട്. എവിടെ? മുരളിമാമന്റെ വീട്ടിൽ. മുരളിന്നാ എന്റെ ചങ്ങാതിയുടെ പേര്, അവന്റെ വീട്ടിൽ. എടി, അതവൻ കള്ളും കുടിച്ചുണ്ടാക്കുന്നല്ലേ മോളെ? അല്ല, അച്ഛൻ ഒന്ന് പോയിട്ട്. ഞാൻ പറഞ്ഞ കേൾക്കൂല അവൻ. എത്ര വട്ടം പറഞ്ഞതാ മോളെ, ഞാനൊന്ന് ഉറങ്ങട്ടെ. അച്ഛൻ ഒന്ന് പോയിട്ടാ. മോളെ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് ഉറങ്ങട്ടെ. അച്ഛനില്ല, അവിടെ എന്തോ വലിയ വിഷയം, ഒന്ന് പോയിട്ട് വാ. മകള് നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഷർട്ട് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങുമ്പോൾ റോഡിൽ ആൾക്കൂട്ടമാണ്, പറമ്പിൽ ആൾക്കൂട്ടമാണ്. ഞാൻ എല്ലാവരോടും ചോദിച്ചു, എന്താ വിഷയം? ആരും ഒന്നും പറയുന്നില്ല. പിന്നെ ഹരി, നമ്മുടെ സുഹൃത്തിന്റെ വീടല്ലേ, നാട്ടുകാരോട് ഞാൻ ചോദിക്കും. ഞാൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. സിറ്റൗട്ട് നിൽക്കുമ്പോ ഹാളിൽ അരണ്ട വെളിച്ചമാണ്. അരണ്ട വെളിച്ചത്തിൽ നിറയെ പുകയാണ്. ആ പുകയ്ക്ക് മണ്ണെണ്ണയുടെ ഗന്ധം. ഞാൻ അവിടെ നിന്ന് വിളിച്ചു, മുരളി. ശബ്ദമൊന്നുമില്ല. ഞാൻ ഹാളിന്റെ അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ ആ മൂലയിൽ ഒരു രൂപം അങ്ങനെ കത്തിക്കരിഞ്ഞിരിക്കുക. ശരീരത്തിൽ നിന്ന് പുക ഉയരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഹയർ സെക്കൻഡറി അധ്യാപിക, 1.25 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന ഒരു ടീച്ചർ അങ്ങനെ കരിഞ്ഞിരിക്കേണ്ടതാ? ഹരി, ബിന്ദു മരിച്ചിട്ടുണ്ടായില്ല. ടീച്ചറുടെ പേര് ബിന്ദുവാ. ബിന്ദു മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ കണ്ടപ്പോ വേദനയോടുകൂടി ഒന്ന് ഞരങ്ങി. ഞാൻ ഓടിച്ചെന്നൊരു ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് ഒന്ന് ബിന്ദുവിനെ മൂടി. ഞാൻ പുറത്തിറങ്ങിയ ആളുകളോട് ചോദിച്ചു, എന്താ വീഴ്ച നിൽക്കുന്നത്?
ആശുപത്രി ആരോ പറഞ്ഞ ആംബുലൻസ്, എന്താ ആംബുലൻസ്? ഈ വീടിന്റെ മുറ്റത്തൊരു കാർ കിടപ്പില്ല. വേണ്ട, ഞാൻ എന്റെ വണ്ടി എടുത്തോണ്ടിരാം. ഞാൻ ഓടിപ്പോയി എന്റെ കാർ എടുത്തുകൊണ്ട് വരുമ്പോൾ ആരൊക്കെയോ ചേർന്ന് ടീച്ചറെ താങ്ങെടുത്ത് ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന കാറിൽ വെച്ച് ഓടിച്ചു പോയി. ഞാൻ എന്റെ വണ്ടി സൈഡാക്കി കൊടുത്തു. ഒരു 11-11:30 മണിയാവും രാത്രി. ഞാൻ ഡോർ തുറന്ന് പുറത്തിറങ്ങുമ്പോൾ ഇരുട്ടിൽ നിന്നൊരു രൂപം എന്റെ അരികിലേക്ക് ഓടി വരികയാണ്. അണ്ണാ പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കേ. മുരളിയ. അവന്റെ കൈവിരലുകൾ പ്ലാസ്റ്റിക് ഉരുകും പോലെ ഉരുകി വീഴുന്നു. അവന്റെ മുഖത്ത് രോമൊക്കെ കൂടെ കത്തിക്കരിഞ്ഞ് മുഖം വികൃതമായിട്ടുണ്ട്. ഷർട്ടൊന്നും ഇട്ടിട്ടില്ല. നെഞ്ചിലെ രോമൊക്കെ കത്തിക്കരിഞ്ഞ് മാംസവും ചതയിങ്ങനെ ഒലിച്ചറ. അണ്ണാ പ്ലീസ്. എന്റെ അനുവാദത്തിനൊന്നും കാത്തിരിക്കാതെ ആ വിരലില്ലാത്ത കൈ കണ്ടവൻ ഡോറിലിങ്ങനെ വലിച്ചു പിടിക്കുന്നു, വലിച്ചു തുറക്കുന്നു. അത് അവന്റെ മാംസവും രക്തവും അതിൽ പറ്റിപ്പിടിക്കുന്നു. ചാടി അകത്ത് കയറിയിട്ട് ഡോർ വലിച്ചടച്ച് അവൻ വീണ്ടും അലറിയണ പ്ലീസ്. ഞാൻ അവിടെ കൂടി നിന്ന 100-500 ആളുകൾ ഉണ്ടായിരുന്നു. അവരോടൊക്കെ പറഞ്ഞു ആരെങ്കിലും ഒന്ന് കയറും. ഒറ്റ ആള് പോലും അവന് കൂട്ടുപോകാൻ വേണ്ടി ആ വണ്ടിയിൽ കയറി. നിങ്ങളോട് പറയട്ടെ, എന്റെ സുഹൃത്താവൻ എന്നെ, എന്റെ അമ്മയെ, എന്റെ പെങ്ങളെ ഒരു 25 തവണയെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവന്റെ വണ്ടിയിൽ കൊണ്ടുപോയിട്ടുള്ളവനവൻ. അറിയോ നിങ്ങൾക്ക്? ഞങ്ങളെ അവന്റെ കൂടെ പോകുന്നതിനായി OP ടിക്കറ്റ് എടുക്കാൻ 2000 പേര് ക്യൂ ഉണ്ടാവും. ഹരി അവിടെ ഇരിക്കേ. എന്നിട്ട് ഇവൻ അവിടെ ചെന്ന് പറയും ഹരി 50. ഇതാരാ ഇടയ്ക്കേറി എന്ന് പറഞ്ഞു. ബാക്കി പോയി നിൽക്കൂ. ഞാൻ ഓഫീസിലെ മുരളിയാ. ഓ സാറായിരുന്നു. എന്താ സാറേ പേര്? ഈ 2000-നെ മറികടക്കാനാണ് ഞങ്ങൾ പോയത്. ഡോക്ടറെ അടുത്തേക്ക് പോകുമ്പോഴതാ ഞാൻ പറയും വേണ്ട മുരളി, ക്യൂ നിൽക്കാം. ഡോക്ടറുടെ ബാക്കിൽ ചെന്ന് സാർ അതൊന്ന് നോക്കണേ. പിന്നെ ഇയാളാരാ ഇടയ്ക്കേറി ഒന്ന് നോക്കാൻ പറയാം. ബാക്കി പോയി ക്യൂ നിൽക്കണോ? സാറേ ഞാൻ മുരളിയാ ഓഫീസിലെ. ഡോക്ടർ ഇങ്ങനെ നോക്കൂ. എന്നിട്ടൊരു ചോദ്യം ചോദിക്കും. മുരളി, ഇന്നുണ്ടോ ഒരാൾ കൂടെ? എന്റെ അർത്ഥം എന്താ സാർ? എല്ലാ ദിവസവും അവനൊരാളിന് കൂട്ടുപോയിരുന്നു. അവന് കൂട്ടുപോകാൻ വേണ്ടി 500 പേരിൽ അവന്റെ ഒപ്പം പോയിട്ടുള്ള ഒരുപാട് പേരിൽ ഒരാൾ പോലും തയ്യാറില്ല. ഹരി ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് PRC കൊണ്ടുപോയി പറ്റില്ല, മെഡിക്കൽ കോളേജിൽ പോട്ടെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ കൊണ്ട് കിടത്തി 5 ബെഡുകൾക്ക് അപ്പുറത്ത് ബിന്ദു ടീച്ചർ കിടക്കുന്നത് അറിയാതെ അവൻ ഇവിടെ കിടന്നു. 5 ബെഡുകൾക്ക് ഇപ്പുറത്ത് അവൻ കിടക്കുന്ന അറിയാതെ ടീച്ചർ അവിടെയും കിടന്നു. പക്ഷെ ടീച്ചർ കിടന്നില്ല. പിറ്റേ ദിവസം ടീച്ചറുടെ മരണം സ്ഥിരീകരിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു. വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരത്ത് പൊതുശ്മശാനത്തിൽ ഏകദേശം ഈ സമയത്ത് ശവസംസ്കാരം നടക്കുക. ആരെയോ എല്ലാവരും കാത്തു നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു. അതിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് വേറൊരു പെൺകുട്ടി വരുന്നു. നേരത്തെ കരഞ്ഞ കുട്ടി. അവളുടെ പേരറിയോ? പേരില്ലാത്തവളാ, അനാമിക, നാമമില്ലാത്തവൾ. ഈ വിരലിനെയാ പറയുക അനാമിക. നാമമില്ലാത്തവളെന്ന അതിന്റെ അർത്ഥം, പേരില്ലാത്തവൾ. പക്ഷെ ഞങ്ങൾ അവളെ ആമി എന്നാ വിളിക്കുക, അനാമിക എന്ന് വിളിക്കില്ല. ആമി. ആമി കൂട്ടുകാരി ദയയുടെ തോളത്തിങ്ങനെ കൈവച്ച് വരിക. വാതിൽ കടന്നപ്പോ ആരോ പറഞ്ഞു മോളെ കൈയൊന്ന് നീട്ടും. അവള് കൈ നീട്ടി. 2 കൈ നീട്ടു. 2 നീട്ടി. നോക്കിയില്ല അവൾ. പിന്നെ കുനിഞ്ഞു നിന്നിട്ട് അതൊക്കെ ചെയ്യുന്നു. ആരോ കയ്യിൽ ജലം പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു മോളെ അതൊന്ന് കുടഞ്ഞു കളഞ്ഞു. ഇങ്ങനെ യാന്ത്രികമായിട്ട് കുടഞ്ഞു കളഞ്ഞു. ഒരിക്കൽ കൂടെ കൈ നീട്ടു. വീണ്ടും നീട്ടി. അരിയും ദർഭപ്പൂവൊക്കെ കൂടെ കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു മോളെ ഇത് അമ്മയുടെ വായ്ക്കകത്തിട്ട് കൊടുക്കണേ. അവള് നോക്കിയില്ല. അതിനിങ്ങനെ മുറുകെ പിടിച്ചു. കൂട്ടുകാർ പറഞ്ഞു ആമി നടക്ക്. ആമി ഇങ്ങനെ നടന്നു. എവിടെ എത്തിയപ്പോ പറഞ്ഞു നിക്ക്. നിന്നു. ഇട്. അമ്മയുടെ മുഖത്ത് അവള് നോക്കിയില്ല, കരഞ്ഞില്ല. വീണ്ടും ആരോ പറഞ്ഞു മോളെ മുന്നോട്ട്. നടന്നു. ശിരസ് തൊട്ട് നമസ്കരിക്കാൻ പറഞ്ഞു. നോക്കിയില്ല. കണ്ണിങ്ങനെ ഇറുക്കി അടച്ചു പിടിച്ച് തലയിൽ ഇങ്ങനെ കൈവച്ചു. കറങ്ങി വന്ന് കാലിലും കൈവച്ച്. ആമി എന്ന് കരഞ്ഞില്ല. പക്ഷെ അന്ന് അവിടെ കൊറോണയായിട്ടും അവിടെ ഉണ്ടായിരുന്ന 10-85 ആളുകൾ കരഞ്ഞു. ഈ കരഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾക്കൊക്കെ ഇങ്ങനെ ദേഷ്യം എന്നിട്ട് ആളുകൾ പറഞ്ഞു അവനുണ്ടല്ലോ, അവനാ ഇതിന്റെ ഉത്തരവാദി, അവൻ ചാവരുത്. അവൻ ഇങ്ങനെ മരിക്കാതെ വികൃതമായ മുഖത്തോടെ ഇങ്ങനെ നടക്കണം. അവൻ പൊട്ടിയൊലിക്കുന്ന നെഞ്ചുമായിട്ട് വിരലില്ലാത്ത കൈയുമായിട്ട് അവനിങ്ങനെ നരകിച്ച് മരിക്കണം. പക്ഷേ 5ന്റെ അന്ന് മുരളി മരിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു ആമി വരില്ല. അതെ, അവൾക്ക് അച്ഛനോടത്ര പകയാ. പക്ഷേ ആമി അന്നും വന്നു. ഞങ്ങളൊക്കെ ചോദിച്ചു ഈ കുട്ടി എന്താ എങ്ങനെയാ അവനെ സ്നേഹിക്കാൻ പറ്റുന്ന. അന്നാ ഞങ്ങളൊക്കെ തിരിച്ചറിയും നമ്മുടെ ഒരു മകൾ, നമ്മുടെ ഒരു മകൻ നമ്മളെ എത്ര സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നപ്പോഴാ. അത്രയ്ക്ക് നമുക്ക് നമ്മുടെ മക്കള് സ്നേഹം തരുന്നുണ്ട്. അറിയോ? അമ്മ എന്നതുപോലെ അച്ഛന് വായ്ക്കരിയിട്ട് തലയും കാലും തൊട്ട് നമസ്കരിച്ച് കരയാതെ ആ കുട്ടി പോയി. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഈ കുട്ടി എന്താ ഇങ്ങനെയെന്നാ ചോദിച്ചു. ഇങ്ങനെ പറ്റുന്നു എന്നാ ചോദിച്ചു ഈ മക്കൾക്കൊക്കെ. 3-4 മാസം കഴിഞ്ഞപ്പോ ആമിയുടെ വാട്സാപ്പിലൊരു പ്രൊഫൈൽ ചിത്രം. കേക്ക് മുറിക്കുക ആമി. ഞാൻ വിളിച്ചു ആമി
ആ ഹരിമാമ, എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല ഹരിമാമ. സുഖമല്ലേ? സുഖമാണ്. ആമി പഠിക്കാൻ പോകുന്നില്ലേ? ആ ഉണ്ട്. പിന്നെ ആമി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ? ഒന്നുമില്ല ഹരിമാമ. പിന്നെ ബർത്ത്ഡേ ആയിരുന്നോ? എന്തേ? അല്ല, ആമി കേക്ക് മുറിക്കുന്ന ഒരു ചിത്രമാണ്. ആ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ എന്താ ആമി ഞങ്ങളുടെ അടുത്തൊക്കെ പറയണ്ടേ? ഞാൻ മലപ്പുറത്ത് കോഴിക്കോടിനടുത്തല്ലേ, കോഴിക്കോട് ഹൽവയൊക്കെ വാങ്ങി വരില്ലേ? ഞങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ സുഹൃത്തുക്കളല്ലേ, ഗംഭീര. അതല്ല ഹരിമാമ, ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ എന്താ പക്ഷേ? അല്ല, ബർത്ത്ഡേ ആയിരുന്നു, എന്റെ അല്ല. ഞാൻ ചോദിച്ചു പിന്നെ ആരാ? അത് അച്ഛൻ്റെ. ഇതിന്റെ അപ്പുറത്ത് സാർ എങ്ങനെയാ നമ്മുടെ മക്കളെ നമ്മളെ സ്നേഹിക്കുക? എല്ലാറ്റിനും കാരണക്കാരനെന്ന് നമ്മൾ വിധി എഴുതിയ ഒരു കുട്ടി, കാരണക്കാരനെന്ന് വിധി എഴുതിയ ഒരു പിതാവിന്റെ ബർത്ത്ഡേ ഓർത്തു വെച്ച് അത് ആഘോഷിക്കുന്ന കുട്ടി, അവളൊരു പാഠമല്ലേ? അവിടെ കൊണ്ട് കഴിഞ്ഞില്ല ആമിയുടെ കഥ. അവളീ കരിയുടെയും പുകയുടെയും ശവത്തിന്റെ ഗന്ധത്തിന്റെ ഒക്കെ അരികിലിരിക്കുമ്പോൾ അവൾക്ക് പരീക്ഷ, ഫൈനൽ പരീക്ഷയാ, BA ലാസ്റ്റ് സെം പരീക്ഷയാ. ഞങ്ങളൊക്കെ പറഞ്ഞ് കുട്ടിയുടെ ഫ്യൂച്ചർ പോയി. ഈ തന്തയ്ക്കും തള്ളയ്ക്കും കുട്ടിയുടെ പരീക്ഷ കഴിഞ്ഞിട്ട് കയറി ചത്തൂടായിരുന്നു. ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഞങ്ങൾ ആ കുട്ടിയുടെ റിസൾട്ട് ഒന്നും നോക്കിയില്ല. മലയാള സർവകലാശാലയുടെ BA മലയാളം പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോ ആമി സെക്കൻഡ് റാങ്ക് കാര്യ. അറിയൂ, അവളെ കാല് തൊട്ട് നമസ്കരിക്കാൻ തോന്നി. സെക്കൻഡ് റാങ്ക് ആവും. വീട്ടിലുള്ളവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കട്ടെ, ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും തമ്മിൽ തല്ല് കൂടട്ടെ, ചീത്ത പറയട്ടെ, വേണമെങ്കിൽ പുസ്തകം കത്തിച്ച് കളയട്ടെ, നീ പഠിക്കണ്ടടാ എന്ന് പറയട്ടെ. നിനക്കറിയോ, ഈ ജില്ലയിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ടീച്ചർ എന്നോട് പറഞ്ഞൊരു കാര്യം. മാതൃഭൂമി പത്രത്തിന് കവിത എഴുതി വെച്ചു കൊടുത്തു മകൻ. പിറ്റേ ദിവസം അവൻ സ്കൂളിൽ ചെന്ന് പത്രം എടുത്ത് നോക്കി. അവന്റെ വീട്ടിൽ പത്രമൊന്നുമില്ല. മാതൃഭൂമി പത്രം സ്കൂളിൽ എടുത്ത് നോക്കി, കവിത വന്നു. പിറ്റേ ദിവസം തന്നെ നോക്കുക, വന്നില്ല. 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം, 5-ാം ദിവസം ഒക്കെ നോക്കി, വന്നില്ല. പിന്നെ അവനതങ്ങ് മറന്നു. പക്ഷെ ഒരു ദിവസം അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ അവനൊരു കത്ത് കിട്ടി വീട്ടിൽ. അമ്മയും മകനും കൂടെ കത്ത് പൊട്ടിച്ച് വായിച്ചു. എടാ മോനെ, നിന്റെ കവിത ഇഷ്ടപ്പെട്ടു, നിന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, അതും കൂടി അയച്ചു തരാൻ പറഞ്ഞു. അവന് സന്തോഷം. അമ്മയും മകനും കൂടെ പോയി മകന്റെ ഫോട്ടോ എടുത്ത് കവറിന്റെ അകത്തിട്ട് അവൻ തന്നെ അഡ്രസ് ഒക്കെ എഴുതി ഒട്ടിച്ച് പോസ്റ്റ് ബോക്സിൽ അമ്മയും മകനും കൂടെ കൊണ്ടിട്ടു. പിറ്റേ ദിവസം വീണ്ടും സ്കൂളിൽ ചെന്ന് എടുത്തു നോക്കും, ഇല്ല. ഒരാഴ്ച നോക്കിയില്ല, ഒരു മാസം നോക്കി, വന്നില്ല. അത് കഴിച്ച് പത്രക്കാർ പിന്നെയും പറ്റിച്ചു. പക്ഷെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ ഗേറ്റ് കടന്നു വരുമ്പോൾ കുട്ടികൾ കൈയടിച്ചുകൊണ്ട് അവനെ എതിരേൽക്കുക. ടീച്ചർമാർ ഓടി വരുന്നു, പൂ കൊടുക്കുന്നു, ഷാക്കൻഡ് കൊടുക്കുന്നു, സ്വീറ്റ് കൊടുക്കുന്നു. അവൻ ചോദിച്ചു, എന്താ ടീച്ചറെ? എടാ നീ അറിഞ്ഞില്ലേ? എന്താ ടീച്ചറെ? എടാ നിന്റെ കവിത പത്രത്തിൽ വന്നിട്ടുണ്ട്, ഫോട്ടോ ഉണ്ട്. അവന് ഭയങ്കര സന്തോഷം. ടീച്ചർ കാണിച്ചു കൊടുത്തു. അവന് സന്തോഷം. കുട്ടികളൊക്കെ കൂടെ അവനെ പൊക്കിയെടുത്തോണ്ട് പോയി. ഇന്റർവൽ സമയത്ത് 11:30 മണിക്ക് അവൻ സ്റ്റാഫ് റൂമിൽ ചെന്ന് എത്തി നോക്കി. എന്താടാ മോനെ? ടീച്ചറെ. എന്താടാ? ന്യൂസ് പേപ്പർ തരൂ. എന്തേ? അല്ല, ഉമ്മയെ കാണിക്കാനാ. കണ്ടില്ലേ, ഉമ്മയും കൂടി കണ്ടാലേ പൂർണ്ണവും. അതിനെന്താടാ? എന്നാ വെച്ചു. പത്രവന് കൊടുത്തു. അതുകൊണ്ട് ബാഗിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് മാഷില്ലാത്ത സമയത്ത്, ടീച്ചറില്ലാത്ത സമയത്ത് എടുത്ത് ഇങ്ങനെ നോക്കും, വെക്കും. വൈകുന്നേരം വരെ തുടർന്നു. വൈകുന്നേരം ബെല്ലടിക്കാൻ വേണ്ടി കാത്തിരുന്നു. ബെല്ലടിച്ചപ്പോ ഇറങ്ങി ഓടി. ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നിട്ട് പിന്നെയും ബാഗിന്റെ അകത്ത് പത്രം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി എടുത്ത് നോക്കി, പിന്നെയും വെച്ചു. ചാടിക്കേറി. ബസിന്റെ അകത്ത് നിന്ന് തിരക്കല്ലേ, പിടിക്കാനും വേണ്ടല്ലോ. എടുത്തുനിന്ന് പിന്നെയും നോക്കി, പിന്നെയും വെച്ചു. ബസ് സ്റ്റോപ്പ് എത്തി, ഇറങ്ങി ഓടുക. വീട്ടിലേക്ക് ഇങ്ങനെ കയറാൻ സമയത്ത് സിറ്റ് ഔട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റെപ്പ് കയറുന്നവര് ചെരുപ്പൊക്കെ 2 വഴിക്ക് പോയി. വാതിൽ ഉറടക്കുക. ഉമ്മാതന്റെ അവിടെ നിർത്തി. അപ്രതീക്ഷിതമായി ഒരാൾ അവിടെ ഇരിക്കുക. പേടിച്ചു പോയി. പെട്ടെന്ന് ഈ പത്രം ഇങ്ങനെ ബാക്കിൽ പിടിച്ചു. എന്താടാ? കഥക്കി അവൻ ഓടി വന്നതിന്റെ കഥപ്പ. എന്താടാ? ഒന്നുമില്ല. എന്താ നിന്റെ കയ്യില്? അവന്റെ ഉപ്പയാ. നല്ല ഹൈറ്റ് ഉള്ളതാ, നല്ല തടിയുള്ളതാ. നമ്മൾ നേരത്തെ പറഞ്ഞ കറുത്ത ചുണ്ടാ, കറ പിടിച്ച പല്ല, ചുമന്ന് കലങ്ങിയ കണ്ണ. പേടിയാവൻ. എന്താണ് നിന്റെ കയ്യില്? ഒന്നുമില്ല. ഇങ്ങെടുക്ക്. ഒന്നുമില്ല. എടുക്കടാ. ഒന്നുമില്ല. എടുക്കടാ. പെട്ടെന്ന് കൊടുത്തു. അയാൾ മടക്കി വെച്ചിരുന്നിങ്ങനെ തുറന്നു നോക്കിയപ്പോ അവന്റെ ഫോട്ടോയാണ്, കവിതയാണ്. ചെയ്തെന്തറിയാമോ? ഒറ്റ അടിയാ കവിളത്ത്. അടി കൊണ്ട് കുട്ടിയോടെ വീണു. വീഴുന്നിടത്ത് നിന്ന് അവന്റെ കോളർ ഷർട്ടിൽ ഇങ്ങനെ തൂക്കിയെടുത്ത് അവനെ ഭിത്തിയിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചു. അവൻ കൈകാലിട്ടടിച്ച് നിലവിളിച്ച് കരയുക. ഈ സമയത്ത് ആ ടീച്ചർ വെയിലൊക്കെ കൊണ്ടിങ്ങനെ കയറി വരിക. ഒന്നും കാണാൻ പറ്റില്ല, കണ്ണൊക്കെ മഞ്ഞളിച്ചിങ്ങനെ വരിക. കൊട ഇത് കയറി വന്നിട്ട് ഇങ്ങനെ
ഒന്ന് കണ്ണ് നേരെ ആവുമ്പോഴേ അവന്റെ കരച്ചിലേട്ട് എന്തിനാ അവൻ കരയുന്ന നോക്കുമ്പോഴേ അവനിങ്ങനെ ഉയരത്തിലാണ് നിൽക്കുന്നത്. എന്താ മനുഷ്യ എന്ന് ചോദിച്ചുകൊണ്ട് കൊടയും ബാഗൊക്കെ സെറ്റിയിലേക്ക് വലിച്ചെറിയിട്ട് എന്താ മനുഷ്യ നിങ്ങൾ കാണിക്കുന്നു ചോദിച്ചിട്ട് അവനെ നിലത്ത് നിർത്തുന്നവർ ചെന്നപ്പോൾ അടിവയറ്റിലിട്ട് ചവിട്ട് കൊടുത്തു. ടീച്ചറെ കമിഴ്ന്നടിച്ച് അവിടെ വീണു. ആ വീഴ്ചയെ കിടന്നുകൊണ്ട് ടീച്ചർ പറഞ്ഞു, എന്റെ മനുഷ്യൻ നിങ്ങൾ എന്നെ കൊന്നോ, നിങ്ങൾ എന്നെ എന്താന്ന് വെച്ചത്, എന്റെ കുട്ടിയെന്ന് താഴെ നിർത്തുന്നു. കുറെ കരഞ്ഞു പറഞ്ഞു. അയാളുടെ കാല് പിടിച്ചു. നിനക്ക് അത്ര നിർബന്ധം, മനുഷ്യൻ നിങ്ങൾ നിർത്ത്, നിങ്ങൾ എന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞത്, നന്നാ പിടിച്ചോ. അവിടുന്ന് വിട്ടു. മുകളിൽ നിന്ന് അയാളുടെ ഷോൾഡറിൽ വന്നിടിച്ച് അവനിങ്ങനെ തെറിച്ചു പോവുക. തറയിൽ കിടന്ന ഉമ്മ എന്ത് ചെയ്യുന്നറിയാമോ, ഒന്നങ്ങോട്ട് ഉരുണ്ടു, നെഞ്ചത്താ അവൻ വന്ന് വീണത്തെറിയും. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മക്കളെ നെഞ്ചുകൊണ്ട് സ്നേഹിക്കണം. ആ കുട്ടി ഇനി വഴുതിറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും വഴുതിട്ടില്ല. കാരണം അവന്റെ ഉമ്മയുടെ നെഞ്ചിലും മാത്രമല്ല, അവന്റെ ഹൃദയത്തിലും അവന്റെ തലച്ചോറിലും അവന്റെ ഉമ്മയായിരിക്കും. ഒരു സംശയം വേണ്ട. എന്റെ മക്കളെ നെഞ്ചുകൊണ്ട് സ്നേഹിക്കാം. മണിയാറായി, നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? സാർ എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ പറയല്ലേ. മോക്ക് എന്തോ പറയാനുണ്ടായിരുന്നു? നേരത്തെ കൈയടിച്ച് തെറ്റിച്ചപ്പോ മോക്ക് ദേഷ്യം വന്നില്ലേ? ഞാൻ കണ്ടു. ആ അടിച്ചില്ലെന്നേ ഉള്ളൂ. അതാ ശ്രദ്ധിക്കൂല എന്നുള്ളതാ ആ ദേഷ്യത്തിന്റെ അർത്ഥം. അവിടെ പ്രായം ചെന്ന ആളുകൾ ശ്രദ്ധിക്കില്ല. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടോ? ഇല്ലേ? എന്തോ ഉണ്ട്, പറ. സാർ എന്തെങ്കിലും? ആർക്കാ? അവിടെ ഇങ്ങനെ ഒരാൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാരും ഇങ്ങനെ ചോദ്യം ചോദിക്കണം. ചോദ്യം ചെയ്യാൻ ഭയക്കാതിരിക്കുവിൻ. ബർത്തോൾഡ് ബ്രഹ്ത്തിന്റെ കവിതയാണ്. മൂഢവിശ്വാസങ്ങൾ തള്ളിക്കളയുവിൻ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, എന്തിനധീരത ഇപ്പോൾ തുടങ്ങുവിൻ, എല്ലാം നിങ്ങൾ പഠിക്കണം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇങ്ങനെ പാടിക്കൊണ്ടിടക്കുന്ന കവിതയാണ്. അപ്പൊ എന്തിനാണ് അധീരത? ചോദ്യം ചെയ്യണം. മക്കളൊക്കെ എങ്ങനെയാ? അവരിങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കണ്ട. അവരെ സമയം കിട്ടിയാൽ നിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരിങ്ങനെ ചോദ്യം ചെയ്യും. ഒരാളെ ഒറ്റയ്ക്കൊക്കെ കിട്ടിയാൽ വേണമെങ്കിൽ നമ്മൾ പെരുമാറും, അല്ലേ? കുട്ടികൾക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നല്ല അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെയും കൊണ്ട് കാടിലോ മലയിലോ ഒക്കെ പോവുക. വാട്ടർ തീം പാർക്കിൽ മാത്രം പോയാൽ പോരാ. കാടും മലയൊക്കെ കാണണം കുട്ടികൾ. കാട്ടിലകപ്പെട്ടു പോയൊരു കുട്ടി എങ്ങനെയാ തിരിച്ചു വരിക? ഒറ്റ വഴിയുള്ളൂ. നമ്മൾ കാട്ടിലകപ്പെട്ടു പോയാൽ എങ്ങനെയാ തിരിച്ചു വരിക? ചെവി വട്ടം പിടിക്കുക. കളകളാരവം കേൾക്കുന്നുണ്ടെങ്കിൽ, പുഴയുണ്ടെങ്കിൽ, നദിയുണ്ടെങ്കിൽ, അരുവിയുണ്ടെങ്കിൽ അതിന്റെ കരയിലൂടെ നടക്കുക. അതിന്റെ കരയിലൂടെ നടന്നാൽ, പുഴയുടെ തീരത്തൂടെ നടന്നാൽ, കാറ്റിന്റെ അകത്ത് തീരത്തൂടെ നടന്നാൽ നിങ്ങൾ എവിടെ എത്തും? ഏതെങ്കിലും ജനപഥത്തിലെത്തും. ഇത് ഞാൻ പറഞ്ഞല്ല. ആമസോൺ മഴക്കാടിന്റെ മുകളിൽ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായപ്പോ അമ്മയും മകളും ഉൾപ്പെടെ 256 പേരുണ്ടായിരുന്നതിൽ ഒറ്റ കുട്ടിയാ രക്ഷപ്പെട്ടത്. ആ കുട്ടി രക്ഷപ്പെട്ടതിന്റെ കാര്യമാണ്, അവള് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത് കൊണ്ട് അവളെ സീറ്റ് പ്രത്യേകം ഇങ്ങനെ ഇളകി തെറിച്ചുപോയി. ഒരിടത്ത് ഇങ്ങനെ കിടന്നു. വളരെ പണിപ്പെട്ടവള് അതിൽ നിന്നൊക്കെ ഇളകിയിട്ടാ. ആദ്യമൊക്കെ ഇങ്ങനെ 2 കാര്യങ്ങൾ അവളുടെ ഓർമ്മയിൽ വന്നു. എന്തറിയോ? ഒന്ന്, ചെവി വട്ടം പിടിക്കുമ്പോ കഴുകന്റെ ശബ്ദം ഉണ്ടെങ്കിൽ മൃതശരീരം ഉണ്ടെന്ന അർത്ഥം. ആദ്യം അവള് കേട്ടത് അതാ. ചെവി വട്ടം പിടിച്ചപ്പോ കഴുകന്റെ ശബ്ദം. അപ്പൊ മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ, അവിടെ മനുഷ്യവാസം ഉണ്ടെങ്കിൽ അമ്മയുടെ ഉണ്ടാവുമല്ലോ. ചെന്ന് നോക്കുമ്പോ അമ്മ മരിച്ചു കിടക്കുക. പിന്നെ രക്ഷപ്പെടുകയാണ് അടുത്ത വഴി. വീണ്ടും ചെവി വട്ടം പിടിച്ചപ്പോഴാ അരുവിയുടെ ശബ്ദം കേൾക്കുന്നു. നേരെ അതിന്റെ കരയിലേക്ക് പോയി. അതിന്റെ കരയിലൂടെ നടന്നു. എങ്ങനെയാ? അരുവി ഒഴുകുന്ന ആ ഭാഗത്തേക്ക് നടക്കണം. ഓപ്പോസിറ്റ് നടന്ന ഉൾക്കാട്ടിലേക്ക് പോകും. എങ്ങോട്ടാണോ ഒഴുകുന്നത് അങ്ങോട്ട് നടക്കുക. അങ്ങനെ നടന്ന് വഴിയില് സിംഹം വെള്ളം കുടിക്കുന്നത് കണ്ടു, കാട്ടാന വെള്ളം കുടിക്കുന്നത് കണ്ടു. അവൾ അക്കഴൊക്കെ പതുങ്ങിയിരുന്നു. മുള്ളുകൾ കൊണ്ട് അവളുടെ ശരീരം കീറി, ഈ വ്രണമൊക്കെ പൊട്ടിവലിച്ചു. പക്ഷേ അവള് ജനപഥത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്തു. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നു. നദിയിലൂടെ ഒഴുകി വരുന്ന ഒരു കല്ല് പോലെയാണ്, അറിയോ?
അതിങ്ങനെ നല്ല മിനുസാവും. നമ്മുടെ ഈ ശൗര്യവും വിദ്വേഷവും പകയും എല്ലാം ഇല്ലാതെ അതിങ്ങനെ ഒരസി 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 ഇല്ലാതാകും. അല്ല, മിനുസമുള്ള ഒരു കല്ലായ്മ. എന്റെ മക്കളെ കാട്, മല, പുഴ ഇതിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകണം. കടലൊക്കെ കാണാൻ നമ്മൾ മക്കളെ കൊണ്ടുപോകണം. ഇവിടെ കാഴ്ചയില്ലാത്ത കുട്ടികൾ വരെ കടല കാണാൻ പോകുന്നുണ്ട്. സുഗതകുമാരി ടീച്ചർ 20 കുട്ടികൾ, കാഴ്ചയില്ലാത്ത 20 കുട്ടികളെയും കൊണ്ട് കടൽ കാണാൻ പോയി. മക്കൾ പറഞ്ഞു, ടീച്ചറെ നമുക്ക് കടൽ കാണാൻ പോകുന്നു. ആയിക്കോട്ടെ എന്ന് ടീച്ചർ വണ്ടി കയറ്റിയിരുത്തി. ഇവര് ജന്മനാൽ അന്ധര. അപ്പോ ഒരു കുട്ടി ചോദിച്ചു, അല്ല ടീച്ചറെ ഈ കടൽ എങ്ങനെ ഇരിക്കും? ടീച്ചർ പറയുമ്പോ ആകാശം പോലെ നീലയാണെന്ന് പറയാൻ അവർ ആകാശം കണ്ടിട്ടില്ലല്ലോ. വെണ്ണീർ പോലെയാണെന്ന് പറഞ്ഞാൽ അവർ വെണ്ണീർ കണ്ടിട്ടില്ലല്ലോ. എന്തു പറയും? ടീച്ചർ ആകെ കുഴങ്ങി. എന്നിട്ട് ടീച്ചർ തന്നെ പറയുന്നു, ഈ കുഞ്ഞുങ്ങൾക്ക് കിളി എന്ന് പറയുന്നത്, പക്ഷി എന്ന് പറയുന്ന ഒരു നാദം മാത്രമാണ്, പൂവെന്ന് പറയുന്ന ഒരു മണം മാത്രമാണ്. പെറ്റമ്മ മുഖമില്ലാത്തവളാണ്. ഇവരോട് ഞാൻ എന്ത് പറയണം? കടൽ തീരത്ത് ചെന്നിട്ട് അവിടെ ഇങ്ങനെ കുട്ടികളുടെ കൈയും പിടിച്ചിങ്ങനെ ഇറക്കുക. എല്ലാരും വരി വരിയായിട്ട് ഇങ്ങനെ എല്ലാരും നിരന്ന് നിന്നിട്ട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് മെല്ലെ കടലിലേക്ക് ഇങ്ങനെ പൂഴി ചവിട്ടി പോവാ. അപ്പോഴ് ഏകദേശം കടലിന്റെ ഇവിടെ എത്തിയപ്പോ ഒരു തിര ഇങ്ങനെ വന്ന് അവരെ കാലിലിങ്ങനെ തൊട്ടപ്പോ കുട്ടികൾ തുള്ളിച്ചാടി കളിച്ചു. അടുത്ത തിര വന്നപ്പോ ഒരു കുട്ടി കൈയൊക്കെ വിട്ടിട്ട് എന്ത് ചെയ്തു, കുറച്ച് വെള്ളം കോരിയിട്ട് ഇങ്ങനെ കുടിച്ചു. എന്നിട്ട് അവള് പറഞ്ഞു, അമ്മേ കടലെന്ന് പറഞ്ഞ ഉപ്പാണല്ലേ. അതാ സുഗതകുമാരി ടീച്ചറിന്റെ കവിത, കടല് കാണാൻ പോയോ. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, ഇനി ഈ മനസ്സിൽ കവിതയില്ല, മണമില്ല, മധുവില്ല, മധുരമില്ല. ഇനി ഈ മനസ്സിൽ കിനാക്കളും പൂക്കളും മഴയും പ്രഭാതവും ബാക്കിയിൽ. ടീച്ചറുടെ കവിതയാണ്. കാഴ്ചയില്ലാത്ത കുട്ടികൾ, കാഴ്ചയില്ലാത്ത ഒരു കുട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് തിരൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഞാനിങ്ങനെ, നമ്മുടെ നാട്ടുകാരിയാ ഹവ്വ ഫാത്തിമ, കയ്യും പിടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലൂടെ വന്നപ്പോൾ ഞാൻ ചുമോളം നമ്മുടെ ട്രെയിൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് സ്റ്റെപ്പ് കയറണോ അതോ മുന്നോട്ട് നടന്നാൽ പാളം ക്രോസ് ചെയ്ത്? സാറേ നമുക്ക് നടക്കാം. അവളുടെ ഉമ്മ പറയുന്നുണ്ട്. ഞാൻ അവളെ കയ്യും ഡിഗ്രി സ്റ്റുഡന്റാ, കയ്യും പിടിച്ചിങ്ങനെ പോയി ക്രോസ് ചെയ്ത് തിരിച്ചു കയറി കുറെ ഇങ്ങോട്ട് മുന്നോട്ട് നടന്നപ്പോ ഞാൻ പറഞ്ഞു, മോളെ ഇവിടെ സ്റ്റോപ്പില്ലാത്തൊരു വണ്ടി വരണുണ്ടേ, ഒന്ന് ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞപ്പോ അവളെന്റെ അരികിലേക്ക് ഇങ്ങനെ ചേർന്നു. അപ്പൊ ഒരു ട്രെയിൻ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് കടന്നുപോയി. നിശബ്ദമായപ്പോ ഞാൻ ചോദിച്ചു, മോളെ എന്ത് തോന്നി? എന്താ സാർ? അല്ല ട്രെയിന് പോയപ്പോ മോക്ക് എന്ത് തോന്നി? സാർ ഒരു ശബ്ദം. പിന്നെ സാർ എയറുണ്ട്, കാറ്റ്. പിന്നെ സാർ ഒരു ഷിവറിംഗ്, ഒരു വിറയലുണ്ട്. പിന്നെ സാർ ഇരുട്ട. ആ കുട്ടി നിങ്ങൾ ഇരിക്കുന്നത് ഒരു കസേര വലിച്ച് എന്റെ അരികിലിട്ടിട്ട് പറഞ്ഞു തരിക, സാർ ഞാൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവും സാർ. എന്നെ തള്ളിപ്പറഞ്ഞ ബംഗാളിലെ എന്റെ കാരണവന്മാരില്ലേ, ഓരോ മരണത്തിന് എന്നെ വിളിച്ച് ഫോൺ ചെയ്തിട്ട് എന്നെ ചീത്ത പറഞ്ഞു. നിനക്ക് ഇനി അടുത്ത ആരെയടി കൊല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോ, ഞാൻ ജനിച്ചപ്പോഴാ എന്റെ അമ്മ മരിച്ചത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി 10ാമത്തെ വയസ്സിൽ മരിച്ചപ്പോഴും ചോദിച്ചു, നീ അടുത്ത ആരെയാ കൊല്ലുന്നെന്ന് ചോദിച്ചു. 6ാമത്തെ 7ാമത്തെ വയസ്സിൽ എന്റെ കാഴ്ച പോയപ്പോ ചോദിച്ചു, നിനക്ക് മതിയായില്ലേ, നിന്റെ പൊട്ടിയായിട്ട് ഇരുന്നിട്ട് നിനക്ക് നീ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എന്റെ അച്ഛൻ എന്നെയും കൊണ്ടിവിടെ കോഴിക്കോട് വന്നു. ആ കുട്ടിയാ എന്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞത്, സർ ഞാൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവും സാർ. എന്നിട്ട് ഞാനൊരു കസേര വലിച്ച്, ഇതുപോലത്തെ ഒരു കസേരയിൽ ഞാൻ ഇരിക്കും സാർ, കൊൽക്കത്തയിൽ, എന്റെ ബംഗാളിൽ കൊൽക്കത്തയിൽ ഞാൻ കളക്ടറായിരിക്കും സാർ. ഞാൻ അവരെ പകരം വീട്ടാനൊന്നുമല്ല, പക്ഷെ ഞാൻ ഇരുന്ന് കാണിക്കും. ഈ ഒരു നിശ്ചയദാർഢ്യം നിങ്ങളുടെ കുട്ടികളിൽ ഉണ്ടാക്കി കൊടുക്കണം. അപ്പൊ ആരൊന്നും ചോദിക്കുന്നില്ല. ഈ ചോദ്യം ചോദിച്ചാലേ ലഹരി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുള്ളൂ. ബോധവൽക്കരണ ക്ലാസിന്റെ പ്രധാനപ്പെട്ട 2 ഭാഗം നമുക്കിതിൽ ഉൾപ്പെടുത്തണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ മക്കൾ വഴിതെറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്? നേരത്തെ പറഞ്ഞ കണ്ണ് കലങ്ങുന്ന കാര്യം, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ, ഇതിലപ്പുറത്ത് പല രീതിയിലും സ്വഭാവ രീതികൾ ഇപ്പോൾ കുട്ടികൾ പ്രകടിപ്പിക്കും. അപ്പൊ അത് തിരിച്ചറിയാനുള്ള മാതാപിതാക്കൾക്കൊരു ബോധവൽക്കരണം വേണം. അതൊരു ഘടകം. മറ്റൊന്ന്, ലഹരി മാഫിയ നമ്മളെ പിഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് അവർ പിടിക്കുന്നത്?
അതിനും ഒരു ധാരണ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ ക്ലാസിന്റെ ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ മാതാപിതാക്കളുടെ ഭാഗത്തുണ്ടാവേണ്ട ശ്രദ്ധ, മക്കളുടെ ഭാഗത്തുണ്ടാവുന്ന ശ്രദ്ധ, ഇത് രണ്ടും ഈ കൂടി ഒന്ന് വിശദീകരിച്ചാൽ ഒരു പൂർണ്ണത വരും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഒന്നാമത് ഞാൻ നേരത്തെ എന്റെ ആൻസർ ഇങ്ങനെ, ഞാൻ ഈ ലഹരി വിരുദ്ധ ക്ലാസ് എടുക്കുമ്പോൾ പറയാതെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ആളാണ്. ഞാൻ പറഞ്ഞതിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൗമാരം എന്ന് പറയുന്നത് തലച്ചോറ് പക്വത പ്രാപിക്കുന്ന സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മുതിർന്നവരുടെ തലച്ചോറിനേക്കാൾ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും സാഹസങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന സമയമാണ് കൗമാരം. സാഹസമാണ് അവർക്ക് വേണ്ടത്. കൗമാരക്കാർ അവരുടെ വ്യക്തിത്വം തിരിച്ചറിയാൻ ശ്രമിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാനൊരു വ്യക്തിയാണ് എന്നവർ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന സമയമാണ്. കൗമാരക്കാർ മാതാപിതാക്കളിൽ നിന്ന് സ്വാതന്ത്ര്യം കൂടുതൽ ആഗ്രഹിക്കുന്ന സമയമാണ്. അച്ഛനമ്മമാരിൽ നിന്ന് സ്വാതന്ത്ര്യം കൂടുതൽ ആഗ്രഹിക്കും. അപ്പോ ഒന്നാമത്തെ ചോദ്യം, എങ്ങനെ തിരിച്ചറിയുമെന്നുള്ളതിന് സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സ്വഭാവത്തിലുണ്ടാവുന്ന വ്യത്യാസമാണ് പ്രധാനം. പിന്നെ സൗഹൃദങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം. ഇപ്പൊ ഒരു കോളേജ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സൗഹൃദം മാറാം. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മുതിർന്ന ആളുകളുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കുക, സാധാരണ കാണാത്ത ഒരു ഗ്യാങ്ങുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കുക, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോകും. ഇവിടെ നമ്മൾ കുട്ടികളുടെ അടയാളം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ കുട്ടി ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടരുത് എന്നൊരു ശാസ്ത്രീയമായ കാഴ്ചപ്പാടുണ്ട്. നമ്മളെയാണ് അത് പോലീസോ എന്ത് സംവിധാനമോ തെറ്റിദ്ധരിക്കുന്നു എന്ന് വയ്ക്കുക. ഇവിടെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ ഉള്ള വേദിയാണ്, പോലീസുകാരും ഒക്കെ ഉള്ള വേദിയാണ്. അപ്പോ നമ്മളൊരു ആളെ നിരപരാധിയെയാണ് കുറ്റപ്പെടുത്തുന്നതെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. കുട്ടിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് അവന്റെ ക്യാരക്ടർ ചേഞ്ച്. വീണ്ടും ഞാൻ പറയുന്നു, കൗമാരത്തിൽ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും, അതിന് സംശയമൊന്നും വേണ്ട. അപ്പൊ ആ സ്വഭാവ വ്യതിയാനം മനസ്സിലാക്കിക്കൊണ്ട് ഇനി നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് വയ്ക്കാം. നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ, നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നെങ്കിൽ കുട്ടിയോട് തുറന്നു പറയാ, എടാ എനിക്ക് നിന്റെ ഈ സ്വഭാവ മാറ്റം എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കൗൺസിലറെ പോയി കാണാം. ചിലപ്പോ എന്റെ കുഴപ്പമായിരിക്കും, നമുക്കൊന്ന് കാണാം. ബാ, നിന്റെ കുഴപ്പമൊന്നും ഞാൻ പറയില്ല, എനിക്കിത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചിലപ്പോൾ എനിക്കായിരിക്കും മെഡിസിൻ വേണ്ടത്. അങ്ങനെ നമുക്ക് ഒരു കൗൺസിലറെയോ സൈക്കാട്രിസ്റ്റിനെയോ കണ്ടിട്ട് നമ്മുടെ പ്രശ്നം അവതരിപ്പിക്കാം. പിന്നെ ഈ ടെസ്റ്റുകളുണ്ട്, ആബോൺ കിറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടി പൈസ കൂടിയാൽ 5000 രൂപ ഒക്കെ കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഒരിക്കലും പരീക്ഷിക്കരുത്. ഇത് ഉപയോഗിക്കാത്തൊരു കുട്ടിയുടെ മൂത്രമാണ്, രക്തമാണ് നമ്മൾ പരിശോധിച്ചാലോ? ടെസ്റ്റ് സുലഭമാണ്. ഇപ്പോൾ ആബോൺ കിറ്റ് വളരെ സുലഭമാണ്. എക്സൈസിന്റെ കയ്യിലും പോലീസിന്റെ കയ്യിലും ഒക്കെ ഇത്തരം കിറ്റുകൾ തന്നെയുണ്ട്, മൂത്രം പരിശോധിക്കാന്നൊക്കെ പറഞ്ഞ്. അത് മറ്റേ ബ്രത്ത് അനലൈസർ പോലെയാ. ചിലപ്പോ കേടായിരിക്കും, കേൾക്കൂല, മൂതാൻ പറഞ്ഞു, അതുപോലെയാ. അപ്പോ കണ്ടുപിടിക്കാനുള്ള വഴികളിലേക്ക് അപ്പുറം പ്രധാനം കുട്ടിയുടെ സ്വഭാവത്തിൽ കാതലായി മാറ്റം വരുന്നുണ്ട് എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് ദേഷ്യം വരിക, അതൊരു സ്വഭാവ മാറ്റമാണ്. നെഗറ്റീവ്സ് പറയുക, എല്ലാ കാര്യത്തിനും നെഗറ്റീവ് പറയാം. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ബാക്കി എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ കുട്ടി നിങ്ങളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് കഴിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ കഴിച്ചിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചു. നിങ്ങളുമായിട്ട് കമ്പനി ചേരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്വഭാവ മാറ്റം കൊണ്ട് നമുക്കൊരു കുട്ടിയെ ശാസ്ത്രീയമായി തിരിച്ചറിയാന്ന് പറഞ്ഞാൽ കൗൺസിലിംഗിലൂടെ മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതാണ് സാർ അതിന്റെ ഉത്തരം. രണ്ടാമത് സാർ പറഞ്ഞത് കുട്ടിയെ മാഫിയ പിടിക്കുന്നത് സിമ്പിളാ. അത് ഞാനിവിടെ പറഞ്ഞു തന്നെയുണ്ട്. നിങ്ങളുടെ കുട്ടിക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ, അതായത് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ അവരെടുക്കാൻ പാടില്ലാത്തത് എടുക്കും. നിങ്ങൾ ഹാപ്പിനെസ് കുട്ടിക്ക് കൊടുത്തില്ലെങ്കിൽ ആ കുട്ടി ഹാപ്പിനെസ് പുറത്തുനിന്ന് അന്വേഷിക്കും. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന കുട്ടി ലഹരി വസ്തു ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്.
ആക്സിഡന്റിൽപ്പെട്ട ഒരു കുട്ടി, അപകടത്തിൽപ്പെട്ട ഒരു കുട്ടി, അച്ഛനും അമ്മയൊക്കെ കൂടെയുള്ള യാത്രയിൽ അല്ലെങ്കിൽ ബസ്സിൽ യാത്രയ്ക്കിടയ്ക്ക് ഒരു അപകടം ഉണ്ടായി. അങ്ങനെയുള്ള കുട്ടികൾ ഒരുപക്ഷെ സമ്മർദ്ദം കൊണ്ട്, അവർക്ക് ടെൻഷൻ ഉണ്ട്, അതുകൊണ്ട് ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ADHD, ODD ഉള്ള കുട്ടികൾ ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വീട്ടിലെ എല്ലാ കാര്യത്തിനും നെഗറ്റീവ്സ് ആണ് കുട്ടി കേൾക്കുന്നെങ്കിൽ നെഗ്ലക്റ്റഡ് പാരന്റിങ് എന്ന് പറയും. അവഗണിക്കപ്പെടുന്ന കുട്ടി ലഹരി ഉപയോഗിക്കും. എല്ലാ കാര്യത്തിനും കുട്ടി അവഗണിക്കുക. നിങ്ങളൊക്കെ വീട് വെച്ചിട്ടുണ്ടല്ലോ. ഈ വീട് വെച്ച നിങ്ങൾ കുട്ടിയുടെ അഭിപ്രായം, അപ്പൊ അവിടെ ഒരു വീടിരിപ്പുണ്ട്, ഇതിൽ കുട്ടിയുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. 7 വയസ്സുവരെയുള്ള കുട്ടിയെയാണ് നമ്മൾ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതാ മക്കളെ, അതും കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സാധാരണ ചേട്ടന്മാരൊക്കെ ഇങ്ങനെ വോയിസ് മറ്റേ വീഡിയോയിലൊക്കെ പറയടാ കുഴപ്പമൊന്നുമില്ലടാ, 18 വയസ്സ് വരെ ആരും ഒന്നും ചെയ്യില്ലടാ എന്നൊക്കെ പറയാ. തെറ്റാ. 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ശിക്ഷയില്ലാത്തത്. 7 വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് ശിക്ഷയുണ്ട്. അവരെ ജുവനൈൽ ബോർഡിന്റെ മുമ്പിൽ ഹാജരാക്കാം, അവരുടെ ശിക്ഷ അവിടെ തീരുമാനിക്കാം, എന്നിട്ട് റെസ്ക്യൂ ഹോം പോലെയുള്ള സ്ഥാപനങ്ങളിൽ അവരെ കൊണ്ടാക്കും. അപ്പോൾ 7 വയസ്സ് വരെയുള്ള കുട്ടിക്ക് ആ ശിക്ഷ ഇല്ലാത്തത് നിയമത്തിൽ. അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കാം മക്കൾ. പല ചേട്ടന്മാരും പറയാൻ കുഴപ്പമില്ലടാ, നീ കൊണ്ടു കൊടുക്കും, നിന്നൊന്നും ചെയ്യില്ലാരും എന്നാ പറഞ്ഞു കൊടുക്കുക. തെറ്റാ. അപ്പൊ മാഫിയ സംഘങ്ങൾ ഇങ്ങനെ വീട്ടിൽ അവഗണിക്കപ്പെടുന്ന കുട്ടിയുണ്ടെങ്കിൽ അവരെ സമീപിക്കും, അവർ കണ്ടെത്തും. അത്തരം കുട്ടികൾ ഇങ്ങനെ സ്ട്രെസ് ഒക്കെ അനുഭവിച്ച് എവിടെയെങ്കിലുമൊക്കെ ചെന്നിരിക്കും, തലയൊക്കെ ചൊറിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ചെന്നിരിക്കും. പിന്നെ എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളൊരു ചോദ്യം, പെൺകുട്ടികളുടെ പീരീഡ്സ് കാലത്തെ പറ്റി ഉമ്മമാര് അല്ലെങ്കിൽ വല്യമ്മമാര് മുത്തശ്ശിമാരൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ആൺകുട്ടിക്ക് അങ്ങനെ ഒരു കാലമുണ്ട്, പെബർട്ടി ഏജ്, അവനൊരു പുരുഷനാകുന്ന കാലമുണ്ട്. അതിനെപ്പറ്റി പാരന്റ്സ് പറയാറുണ്ടോ ആൺമക്കളോട്? പറയണ്ടേ? ഒരു സുപ്രഭാതത്തിൽ അവന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അവന് മനസ്സിലാകണ്ടേ? അതിന്റെ സ്ട്രെസ് കൊണ്ട് അവൻ ഏതെങ്കിലും മൂലയിൽ ചെന്നിരിക്കും. അപ്പോഴാ ഈ ചേട്ടൻ വരിക, ഈ മാഫിയ ചേട്ടൻ വരിക. എന്താണ് മോനെ പ്രശ്നം? ഒന്നുമില്ല ചേട്ടാ, ആകെ കൂടെ വരും. ജ്യൂസ് വേണോ? വേണ്ട. ചായ വേണോ? വേണ്ട ചേട്ടാ. ചേട്ടാ ഒന്ന് പോവോ? ചേട്ടൻ പോവും. പക്ഷെ അങ്ങനെ പോവില്ല, പിറ്റേ ദിവസം വരും, വീണ്ടും അവനെ കാണും. എന്താടാ? ഒന്നുമില്ല ചേട്ടാ. ഐസ്ക്രീം വേണോ? ഇങ്ങനെ കുട്ടി എന്ത് ചെയ്യാം? ചാക്കിട്ട് പിടിക്കാം. ഇനി നിങ്ങൾ ഞെട്ടുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. 2016-17 കാലയളവിൽ ഈ കേരളത്തിൽ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. ആ പഠനത്തിൽ പറഞ്ഞതറിയാമോ? 15 വയസ്സിന് താഴെയുള്ള 37.7% ആൺകുട്ടികളും 33.5% പെൺകുട്ടികളും 15 വയസ്സിന് ചുവടെ ഒരു തവണയെങ്കിലും സെക്സ് അബ്യൂസിന് ഇരയായിട്ടുണ്ടെന്ന ഈ കേരളത്തിൽ. അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞത് കൂട്ടി നിങ്ങൾ വായിക്ക്. കുട്ടി ലഹരിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത എന്ന് ശാസ്ത്രം പറയുന്നത് ലൈംഗിക ദുരുപയോഗം കുട്ടിക്കാലത്ത് നേരിട്ട കുട്ടികളാണ്. 37.7% ആൺകുട്ടികൾ, 33.5% പെൺകുട്ടികൾ. ആൺകുട്ടികളുടെ എണ്ണം കൂടുതൽ. ആ കുട്ടി സമ്മർദ്ദം അനുഭവിക്കും, അവൻ ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. മാഫിയ സംഘത്തിന് അവനെ പെട്ടെന്ന് പിടികിട്ടും. ഇനി ഇത്തരക്കാര് എന്ത് ചെയ്യും? ഇതൊക്കെ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവരിതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോഴും. ഇങ്ങനെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അവരെ മാഫിയ സംഘങ്ങൾ കണ്ടെത്തും, ഉറപ്പാ. സ്കൂളിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെ നിൽക്കും. തവനൂരൊരു കാഷായ വസ്ത്രധാരിയാ. അയാൾ കണ്ടെത്തിയത് അങ്ങനെയാ. ഒരു പയ്യൻ രാവിലെ സ്കൂളിൽ വരുന്നു, 10 മണിക്ക് അവന്റെ സ്കൂൾ, 9 മണിക്ക് അവൻ വരും, ബാഗൊക്കെ കൊണ്ട് അവിടെ ഇട്ടിട്ട് അവന്റെ പരിപാടി എന്താ? ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങുന്ന കുട്ടികളെ റോഡ് കടത്തുകയാണ്. 7ാം ക്ലാസ്സുകാരനാ റോഡ് കടത്തുക, 7 6ാം ക്ലാസ്സുകാരനാ റോഡ് കടത്തിവിടുക അവന്റെ പരിപാടി. അപ്പുറത്ത് പോകുന്നു, കുട്ടികളെ കൂട്ടി ഇപ്പുറത്ത് വരുന്നു, വീണ്ടും അപ്പുറത്ത് പോകുന്നു. ഇതൊക്കെ കണ്ടുവന്ന് അയാൾ എന്താ ചെയ്യുന്നറിയാമോ? ഒരു ദിവസം വന്നവന് ഷാക്ക് ഹാൻഡ് കൊടുത്തു. മോനെ ഗുഡ്, എന്താ കാക്ക? ഒന്നുമില്ലടാ, നീ മിടുക്കനാ. ഓ, അവന് സന്തോഷം, അംഗീകാരമാണ്, സന്തോഷം. പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ? പിറ്റേ ദിവസം അവനൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു. പിന്നെ അവനോട് പറഞ്ഞെന്തറിയാമോ? ഇത് നടന്ന സംഭവം തവനൂര്. എടാ, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് എന്റെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട്, നീ വരണമെങ്കിൽ വാ. എന്താ ഗിഫ്റ്റ്? എടാ, അതൊരു വലിയ ഗിഫ്റ്റാ, നീ വാ.
അങ്ങനെ അവനെ ബസ്സിൽ പൈസയും കൊടുത്തിട്ട് ഇയാൾ ബൈക്കിൽ പുറകെ പോയി നരിപ്പറമ്പിൽ ഇറങ്ങി, അവിടുന്ന് ബൈക്കിൽ കയറ്റി വീട്ടിൽ കൊണ്ടുപോയി അവന് ഗിഫ്റ്റ് പൊതിഞ്ഞു വെച്ചിരുന്ന പാക്കറ്റ് എടുത്തു കൊടുത്തു. അവൻ അത് പൊട്ടിച്ചു നോക്കുമ്പോ റിമോട്ട് കാർ. അവന് വലിയ സന്തോഷം. ഒരു ജ്യൂസ് കുടിക്കാൻ കൊടുത്തു, അവൻ കുടിച്ചു. കാക്ക എനിക്ക് തലവേദന എടുക്കും പോലെ. അതെന്താടാ? ക്ഷീണമുണ്ട്. എന്തൊരു ക്ഷീണം പോലെ. ഇതാ ഗ്ലൂക്കോസ് പൊടി, ഒരു വെളുത്ത പൊടി കൊടുത്തു, കഴിച്ചു. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി. അവൻ ഉറങ്ങിയണീറ്റപ്പോ ആ കാക്കയെന്നോടെ ഇല്ല, അറിയോ? ആ മനുഷ്യൻ കാഷായ വേഷക്കാരൻ അവിടെ ഇല്ല. അവിടെ ഒരു തുണ്ടുണ്ട്. എടാ മോനെ, ഇതാ 100 രൂപ ഇവിടെ വെച്ചിരിക്കുന്നു, നീ ഉറങ്ങി എണീക്കുമ്പോ ഈ പൈസ എടുത്തോണ്ട് ബസ്സിൽ കയറി പെക്കോ എന്ന് പറഞ്ഞു. അവൻ എങ്ങനെയോ റോഡിലെത്തി. വന്ന ഓട്ടോറിക്ഷ കൈയാണിച്ചു. എന്റെ വീട് ഇവിടെയാണ്, എന്റെ ഉപ്പ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ കൊണ്ട് വീട്ടിലാക്കി. നീ എങ്ങനെയാണ് ഇവിടെ വന്നെന്നൊക്കെ ചോദിച്ചു. അത് ഫ്രണ്ടിന്റെ വീടാണ്. അവൻ കാര്യമൊന്നും പറഞ്ഞില്ല. ഈ ലഹരി മാഫിയ എത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാ. പക്ഷെ 3 ദിവസം അയാൾ സ്കൂളിൽ എവിടെയും വന്നില്ല. 4 ദിവസം വന്ന് ദൂരെ നോക്കി. അവന് കുഴപ്പമില്ലാന്നപ്പോ തിരിച്ചു. കാക്ക നിങ്ങൾ എവിടെ പോയിരുന്നു? എന്നെ പറ്റിച്ചല്ലേ? എടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്യാവശ്യത്തിന്, ഞാൻ അതുകൊണ്ടല്ലേ പൈസ വെച്ചത്. കാക്ക പിന്നെ കാക്ക എന്നാ വെളുത്ത പൊടി കിട്ടുമോ? എന്താടാ? അല്ല അതെ, കഴിക്കാൻ തോന്നുന്നു. ഇതിങ്ങനെ അമിതമായി ഉപയോഗിച്ച് അവന്റെ വീട്ടിലുണ്ടായിരുന്ന 15,000 20,000 രൂപ പലപ്പോഴായി എടുത്തുകൊണ്ട് കൊടുത്ത് ഇത് അമിതമായി ഉപയോഗിച്ച് വയറുവേദനയും തലവേദനയൊക്കെ വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയപ്പോഴാ ഈ കുഴപ്പം മനസ്സിലാവുന്നത്. അവനെ പറ്റിച്ചതാണ്. ആ കുട്ടിയെ ഞാൻ ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചത് അറിയൂ. ആ കുട്ടിയുടെ വിവരം അറിഞ്ഞ് മിനിസ്റ്റർ ഓഫീസിൽ പോയി ഞാൻ മിനിസ്റ്ററെ കണ്ട് അബ്ദുറഹ്മാൻ സാറിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, സാർ തവനൂർ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ആ ചങ്ങാതി ഇപ്പോഴും അവിടെ ഞെളിഞ്ഞു കിടക്കുക, ഈ കൊടുത്തവൻ. അവൻ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല, തെളിവില്ല എന്ന് പറഞ്ഞിട്ട്. കുട്ടി എന്നെ പറയുന്നു ഇയാളാണ് തന്നതെന്ന്. പിന്നെന്താ സാർ തെളിവിന്റെ ആവശ്യം? അപ്പൊ തന്നെ എന്റെ മുമ്പിൽ വെച്ച് എന്നെ വിളിച്ചു. കോഴിക്കോട് കമ്മീഷൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇവിടെ തവനൂർ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു. നാളെ വൈകുന്നേരം 5 മണിക്കുമ്പോ അയാൾ അറസ്റ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം അയാൾ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. നമ്മൾ ഇടപെടണം ഇത്തരം മാഫിയകൾക്കെതിരെ. കണ്ടിട്ട് അയ്യോ അവര് നമ്മളെ ആക്രമിക്കും ദ്രോഹിക്കും എന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ ഇടപെടണം. ഇനിയും പറഞ്ഞുതരാം. പൊന്നാനിയിൽ ഒരു സ്കൂളില് 2 കുട്ടികൾ 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് പരിപാടിക്ക് വന്നെങ്ങനെയെന്നറിയാമോ? BMW. ഒരു 9ാം ക്ലാസ്സുകാരൻ, ഒരു 10ാം ക്ലാസ്സുകാരൻ. അവന്റെ BMW മുമ്പിൽ 3 ഫോർച്യൂണർ, ബാക്കിൽ 3 ഫോർച്യൂണർ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? മാഷന്മാർ ഇതൊക്കെ കണ്ട് കണ്ണു തള്ളിപ്പോയി. അയ്യോ, മാഷന്മാർ തന്നെ തൊഴുതു. എടാ മോനെ നീ ഇത്രയും ഗംഭീരനാണെന്നുള്ള അർത്ഥത്തിൽ. കുട്ടികളൊക്കെ അവൻ വലിയ സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയിൽ അവനെ അലങ്കരിച്ച് കൊണ്ടുകിടന്നു. സംഭവം അറിയാൻ നിങ്ങൾക്ക്? ആ 9ാം ക്ലാസ്സുകാരൻ ക്യാൻസർ പേഷ്യന്റാണ്. അവന്റെ വീട്ടിലുണ്ടായിരുന്ന 3 ലക്ഷം രൂപ എടുത്ത് ആദ്യം അവനൊരു ചേട്ടന് കൊടുത്തു. ആ ചേട്ടനെ നിയോഗിച്ചത് ഈ BMW വാങ്ങിയ 10ാം ക്ലാസ്സുകാരനാണ്. BMW വാങ്ങിയെന്ന് പറഞ്ഞാൽ അവന്റെ പേരിലല്ല, ഗൾഫിലുള്ള അവന്റെ ഉപ്പയുടെ പേര്. ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി വെച്ചിരുന്ന 23,50,000 രൂപയിൽ നിന്ന് 3 ലക്ഷം രൂപ വലിച്ചപ്പോ ഉപ്പയുമ്മയാന്നും അറിഞ്ഞില്ല. എണ്ണി നോക്കേണ്ട കാര്യമില്ലല്ലോ, സംശയമൊന്നുമില്ലല്ലോ. നോക്കിയപ്പോ പൈസ അവിടെ ഉണ്ട്. പക്ഷെ ഒരു സുപ്രഭാതത്തിലെ അലമാര തുറന്നു നോക്കുമ്പോ ഒന്നുമില്ല, 23.5 ലക്ഷം രൂപയില്ല. ഇതും നമ്മുടെ ജില്ലയിൽ നടന്നതാണ്. മാഫിയ സംഘങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വരും, മക്കളെ ചാക്കിട്ട് പിടിക്കും. ഹരികുമാറിനൊരു എല്ല് കൂടുതലാ, അവന്റെ ഒരു ലഹരി വിരുദ്ധം. അവനൊരു മോനുണ്ടല്ലോ, അവനെ ശരിയാക്കി കൊടുക്കാം. എനിക്ക് പേടിയുണ്ട്, എന്റെ മകൻ അതിലേക്ക് പോവില്ല എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും. കൗമാരക്കാരനായി, ഇമോഷണൽ ബ്രെയിനാണ്, ചിലപ്പോൾ പോവും. ഞാനും ഭയന്ന് തന്നെയാണ് ജീവിക്കുന്നത്. നിങ്ങളെ ഓരോ മാതാപിതാക്കളുടെയും ആശങ്ക എന്താണോ അത് എനിക്കുണ്ട്. കാരണം അവൻ +2 പഠിക്കുന്ന കുട്ടിയാണ്, അവന്റെ പ്രായപ്പത. അതുകൊണ്ട് മാഫിയ സംഘങ്ങൾ എവിടെയുണ്ട്. വീട്ടിലെ പരിചയം, നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് അങ്ങനെ പരിചയമില്ലാത്തവരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഫോണ് കയ്യിലുണ്ടല്ലോ, വെറുതെ ഒന്നെന്ത് ചെയ്യാ, സംസാരിക്കുന്ന രീതിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തൊക്കെയാ. നമുക്കറിയില്ലല്ലോ ആരാണ്. ഒന്ന് സംസാരിക്കുന്ന രീതിയിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഫോട്ടോ എടുക്കാൻ നമുക്കറിയാം, ഒന്ന് ക്ലിക്ക് ചെയ്യാം, സൂക്ഷിക്കുക. എന്നോട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ പറഞ്ഞാൽ മതി, അയ്യോ ഇതിങ്ങനെയാണല്ലോ. അപ്പൊ സാർ, മാഫിയ സംഘങ്ങളെ അമർച്ച ചെയ്യാൻ പോലീസിന്റെയും എക്സൈസിന്റെയും സഹായം ഉണ്ടാവും. പക്ഷെ അതിന്റെ പരിമിതിയുണ്ട്, പോലീസിന്റെ എക്സൈസിന്റെ ഒക്കെ. നമ്മള് സദാചാര പോലീസ് ആകാതെ നമുക്കിതിന്റെ അകത്ത് ഇടപെടാൻ പറ്റും. ഒരു കൂട്ടം ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങള്
വ്യക്തികളായി പോയാൽ ചിലപ്പോ പ്രത്യാക്രമണം ഉണ്ടാവും. അവർക്ക് തിരിഞ്ഞു മറിഞ്ഞു നോക്കാനൊന്നുമില്ല, കൈയിരിക്കുന്നത് വെച്ച് തല മണ്ടയെ കടിച്ച് പൊട്ടിക്കും. ഒരു കൂട്ടം ഒരുമിച്ച് അവരെ പ്രതിരോധിക്കാം. പിന്നെ മക്കൾ ഈ 7 മണിക്ക് വീട്ടിൽ കയറണം, 6 മണിക്ക് വീട്ടിൽ കയറണം എന്നൊക്കെ പറയുന്നത് എത്ര കണ്ട് പ്രായോഗികമാണെന്ന് നമ്മൾ ചിന്തിക്കണം. വീട്ടിൽ വന്നാൽ അവരെന്താണ് ചെയ്യേണ്ടത്, അവർക്ക് സ്വസ്ഥത നിങ്ങൾ കൊടുക്കുവോ, ഇതൊക്കെ നോക്കണം. എങ്കിലേ അവർ വരുള്ളൂ. അല്ലാതെ 7 മണിക്ക് കയറണം വരണം എന്ന് കടുംപിടുത്തം പിടിച്ചിട്ട് കാര്യമില്ല. വന്നാൽ യുവാക്കളാണ്, അവർ കുറച്ച് കറങ്ങാനൊക്കെ പോവും, പുറത്തുനിന്ന് ഫുഡ് കഴിക്കും, ഓവറായിട്ട് കഴിക്കരുത്. കേരളത്തിലുള്ള 30 വയസ്സിന് താഴെയുള്ള യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്കറിയാമോ? പാൻക്രിയാസ് ക്യാൻസർ. അപ്പൊ അതുകൊണ്ട് പ്രയറിന്റെ ടൈമായി. പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്ത് അവസാനിപ്പിക്കാമേ. ആ കോഡ്ലസും തരും. ജയിച്ചില്ലല്ലോ, പക്ഷെ ഇപ്പൊ നിങ്ങൾ ജയിക്കും. ഇപ്പൊ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ബിരിയാണി ഒന്നും വാങ്ങിച്ചു തരുന്നില്ല. പക്ഷെ നിങ്ങൾ ജയിക്കുന്നത് നിങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. എന്നിട്ട് നിവർന്ന് തലയുയർത്ത് നിങ്ങൾ ഇവിടുന്ന് എഴുന്നേറ്റ് നടന്നു പോകണം. റെഡിയല്ലേ? ബിരിയാണിയിലല്ല നമ്മുടെ ലൈഫ്, അഭിമാനമാണ്, ആത്മാഭിമാനം. എന്റെ മുമ്പിൽ തോറ്റിട്ട് നിങ്ങൾ അങ്ങനെ പരാജിതരായി തിരിച്ചു പോകുന്ന എനിക്ക് സഹിക്കില്ല. ഇപ്പൊ നിങ്ങൾ ജയിക്കും. റെഡി? ഞാൻ 1 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര വട്ടം കൈയടിച്ചു എന്ന് ഞാൻ നോക്കിയില്ല. 2 നിങ്ങൾ എത്ര വട്ടം കൈയടിച്ചു എന്ന് ഞാൻ നോക്കിയില്ല. 3 നിങ്ങൾ കൈയടിക്കുന്നുണ്ടോന്ന് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. അപ്പൊ നിങ്ങൾ തീരുമാനിക്കേണ്ട അത്രേ ഉള്ളൂ. 3 അതിന് ഞങ്ങൾ കൈ അടിക്കില്ല. ആരെന്ത് പറഞ്ഞാലും 3 കൈയടിക്കില്ല. ആ 3 ഏതൊക്കെയാണെന്നറിയോ? 3 ഫസ്റ്റ് ടൊബാക്കോയാ, പുകയില. 3 സെക്കൻഡ് ആൽക്കഹോൾ ആണ്, മദ്യം. 3 തേർഡ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്, മയക്കുമരുന്ന്. ആ 3 നമ്മൾ കൈ അടിക്കില്ല. റെഡിയല്ലേ? ഇനി അഥവാ ആരെങ്കിലും അടിച്ചാൽ അവർക്ക് ഈ 3 വേണമെന്ന് അർത്ഥം. ഇല്ല, എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കൈയടി ഇതിൽ ജയിച്ചിരിക്കും. നിങ്ങൾ ഉറപ്പാ ഇപ്പൊ ജയിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓഫർ ഇല്ല എന്ന് പറഞ്ഞത്, ബിരിയാണി വാങ്ങി തരില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നാരങ്ങ മിഠായി പോലും വാങ്ങിച്ചു തരില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ നിങ്ങൾ ജയിക്കും. അത് നിങ്ങളുടെ അഭിമാനത്തിന്റെ വിഷയമാണ്. ഉറപ്പായിട്ടും ജയിച്ചിരിക്കും. ഈ നാടിനെ നമ്മൾ മാറ്റുമെന്ന് തീരുമാനിച്ചതുപോലെ ഇതൊരു പ്രതിജ്ഞയാണ്. സാധാരണ നമ്മളിങ്ങനെ കൈനീട്ടിയിട്ട് ആ പ്രതിജ്ഞ എടുക്കുക, ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പ്രതിജ്ഞ എടുക്കുക. അങ്ങനെയല്ല. ഇവിടെ നെറ്റിയുടെ പിന്നിലുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സിലാണ്. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിസ്കാര തഴമ്പുണ്ട്. അവിടെ മുട്ടിയിട്ടാ ഇവിടെ ഇരിക്കുന്നത്. നെറ്റിയുടെ പിന്നില് എന്തുണ്ട്? സെറിബ്രത്തിന്റെ അകത്ത് പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ഉണ്ട്. അവിടെ ആ ഡിസിഷൻ മേക്കിംഗ് വരിക. അറിയോ? തീരുമാനം അവിടെ എടുക്കുക. അതുകൊണ്ടാ ഇത് മുട്ടാൻ പറയുന്നു. നിലത്ത് മുട്ടുന്നതിന്റെ അടയാളം നീ ഇത് ഓർക്ക് എന്നുള്ളതാ. ഓരോ തവണയും നീ ഉരുവിടുന്ന ആ മന്ത്രം എന്താണോ അത് നീ ഓർക്കണം. അത് തന്നെയാ. അല്ല വെറുതെ അല്ല ഇതിങ്ങനെ മുട്ടി ചെയ്യാൻ പറ്റുന്നത്. സൂര്യ നമസ്കാരം ചെയ്യുന്ന ആളുകളും അത് തന്നെയാ ചെയ്യുന്നത്. ശിരസ് മുട്ടിയിട്ടാ ചെയ്യേണ്ടത്. നെറ്റി ഇങ്ങനെ നിലത്ത് മുട്ടണം. അപ്പൊ നിങ്ങളിപ്പോ ജയിക്കുന്നത് എവിടെ പതിപ്പിക്കുന്നു? റെഡി? അതിനു മുമ്പ് കൈയൊന്ന് കാൽമുട്ടിൽ വെക്കൂ. ഞാൻ 1 എന്ന് പറയുമ്പോഴേ ശ്വാസം മുകളിലേക്ക് എടുക്കണേ. പെട്ടെന്ന് സമയമില്ല. പെട്ടെന്ന് ശ്വാസം ഇങ്ങനെ മുകളിലേക്ക്. 2 ശ്വാസം വിടരുത്. 3 ശ്വാസം വിടരുത്. 4 ശ്വാസം വിടാം. അത് ഞാൻ പെട്ടെന്ന് പറയും, പേടിക്കണ്ട. കൊല്ലാനുള്ള പരിപാടിയൊന്നുമില്ല. അപ്പൊ 1 എന്ന് പറയുമ്പോ ശ്വാസം ഇങ്ങനെ മുകളിലേക്ക് എടുക്കാതെ ഇങ്ങനെ. 2 അങ്ങനെ തന്നെ ഇരിക്കാം. 3 അങ്ങനെ ഇരിക്കാം. 4 പറയുമ്പോ ഓക്കെ. റെഡി? 1 2 3 4. പറ്റിയില്ലേ? വൺസ് മോർ. 1 2 3 4. ലാസ്റ്റ് 1 2 3 4. ഇതൊരു സൈക്കോളജിയാണേ. നമുക്ക് ദേഷ്യമൊക്കെ വരില്ലേ? അതൊക്കെ ഇല്ലാതാക്കാൻ വേണ്ട. ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിൽ രാവിലെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഭർത്താവ് കടയിൽ നിന്ന് നമ്മൾ പത്രമൊക്കെ നോക്കിയിട്ട് മൊബൈലൊക്കെ നോക്കിയിട്ട് ചായ ആയില്ലേ എന്ന് ചോദിക്കും. അടുക്കളയ്ക്ക് നമുക്ക് ദേഷ്യം വരും. ജോലിക്കിടയിൽ ഇയാളുടെ ഒരു ചായ. നമ്മളൊന്നും പറയില്ല, പണി ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും ചായ ആയില്ലെന്ന്. അപ്പൊ നമ്മൾ കയ്യിരിക്കുന്ന പാത്രം കൊണ്ടോട്ട് ചോയോ. അങ്ങനെ പാത്രം അടിക്കാൻ തോന്നുന്ന സമയത്ത് പാത്രം അവിടെ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? 21 ടൈംസ് രാവിലെയും രാത്രിയും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. സൈക്കോളജിയാണ്. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് കട്ടിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ഭർത്താക്കന്മാരോട് പറയണം. അല്ല നിങ്ങൾ രാത്രി കട്ടിൽ കയറി ഇരുന്നിട്ട് ഒരു പേടിച്ചു ആംബുലൻസ് വിളിക്കും. പറഞ്ഞിട്ട് ചെയ്യാം. 21 വട്ടം ചെയ്ത് ശീലിക്കാം. നിങ്ങളിപ്പോ 3 വട്ടം ചെയ്തില്ലേ? നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ടി ആ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കും. നിങ്ങൾ 3 വട്ടേ ചെയ്തുള്ളൂ.
പക്ഷെ നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇപ്പോൾ നിങ്ങൾ ജയിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കും. റെഡി? 1:2, 2:3, 3:0. 1-ന് 2, 2-ന് 3, 3-ന് 0. അപ്പൊ ആ 3 നമ്മൾ വേണ്ടെന്ന് വെച്ചു. പുകയില, മദ്യം, മയക്കുമരുന്ന്. ഇപ്പൊ നിങ്ങൾ ജയിക്കും, ഉറപ്പാ. റെഡി? സ്റ്റാർട്ട്. 1 1 2 2 1 1 2 2 2 2 2 3. ജയിച്ചില്ലേ?